അടിപൊളി ഫുള്ള് അടിച്ചു വെച്ചു കേട്ടോ. ഗ്രേ കളർ ബോഡി വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം വലിയ തിരക്കും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. വിപരീതമായിട്ട് ഫുള്ള് തിരക്കാണ്. നേരം വരെ നിന്നിട്ട് നോക്കി മുഖം തുടങ്ങണം. ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ സാധനം വിൽക്കാൻ പറ്റുള്ളൂ എന്നല്ലേ. അടിച്ചു കഴിഞ്ഞിട്ട് ചേട്ടൻ എന്ത് ചെയ്യും, ഈ സ്റ്റിക്കർ അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് നമ്പർ പ്ലേറ്റ് തൃശ്ശൂർ കോർപ്പറേഷന്റെ വണ്ടി കിടക്കണ കണ്ടു. ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കട്ടെ, ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. മുത്തുന്നുള്ള ലെറ്റർ കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നിൽക്കുന്നത് ഭാരത് ബെൻസിൻ്റെ സർവീസ് സെൻറ്ററിലാണ് കേട്ടോ. അത് എവിടത്തെയാണെന്നറിയോ? തൃശ്ശൂരും തുടങ്ങി ഗായ്സ് ഭാരത് ബെൻസിൻ്റെ സർവീസ് സെൻറ്റർ കേട്ടോ. അതേപോലെ സ്പെയർ സാധനങ്ങളൊക്കെ എന്ത് മേടിക്കണമെങ്കിലും ഇവിടെ വന്നാൽ മതി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി വർക്ക് ഇവിടെ ഇല്ല. അത് എറണാകുളത്തും പാലക്കാടുള്ളൂ. ഇവിടെ ചെയ്യണത് വർക്ക്ഷോപ്പ് മറ്റേ ഇത് മാത്രം, മെയിൻ്റനൻസ് എന്താ പറയുക, നമ്മളുടെ മെക്കാനിക്കൽ വിഭാഗം മാത്രമാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കേടാവുക അങ്ങനെയുള്ള സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നന്നാക്കിയൊരു ബോഡിയുടെ വർക്ക് മാത്രം ഇവിടെ ഇല്ല. പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഇത് സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാലിയക്കര ടോൾ എത്തുന്നതിനേക്കാളും മുന്നേ ഡെക്കത്തലോൺ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ സ്പോർട്സിൻ്റെ ഒക്കെ സാധനങ്ങൾ കിട്ടുന്ന കടയില്ലേ, അതിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് ഗേറ്റ്, അതിൻ്റെ മതിലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വലിയൊരു ഗേറ്റ് കാണാം. അതിൻ്റെ ബാക്കിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എനിക്ക് 2 സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2 സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കണമെങ്കിൽ 2 സാധനമാണ്. നമ്മുടെ ഡോം ലൈറ്റ് എന്ന് പറയില്ലേ, ഈ ഡോം ലൈറ്റാണ്. ഈ ഡോം ലൈറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിന് 2000 രൂപ, 1950 രൂപയാക്കുന്നുണ്ട്. ഇനി ഒരു സാധനം കിട്ടാണ്ട്. പക്ഷേ അത് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബോഡി പാർട്സ് കിട്ടില്ല, മെക്കാനിക്കൽ പാർട്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി 2 മറ്റേ റിഫ്ലക്റ്റീവ് സാധനം മേടിക്കാണ്ട്. അത് മേടിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഇന്നലെ പോയില്ല, മറ്റേ അങ്കമാലി, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ റൂട്ടിൽ അതിൽ അങ്ങോട്ട് പോയിട്ട് വേണം. അവിടുത്തെ സർവീസ് സെൻറ്ററിൽ നിന്നാണ് അത് കിട്ടുള്ളൂ. അത് ബോഡി വർക്കും കൂടി ഉള്ളതുകൊണ്ട് അവിടെയാണെങ്കിൽ റിഫ്ലക്റ്റീവ് പോലത്തെ സാധനങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നേരെ അങ്ങോട്ടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ഇക്കടെ അവിടേക്ക് എത്താൻ. ഫിറ്റിംഗ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക വേഗം എല്ലാം പറഞ്ഞു. അപ്പോൾ ഈ സാധനങ്ങൾ മേടിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ബോഡി വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം വലിയ തിരക്കും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. മെക്കാനിക്കൽ വർക്ക് മാത്രമായ കാരണം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് തൃശ്ശൂരുകാർക്ക് നന്നായി. കാരണം പെട്ടെന്ന് വല്ല ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തോ പാലക്കാടോ മറ്റേ സ്പെയർ മേടിക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നേരെ തൃശ്ശൂർക്ക് വന്നാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ലേറ്റ് മേടിക്കാൻ എറണാകുളം. ഇത് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകുമ്പോഴേ ടോൾ കൊടുക്കാണ്ട് പോകാൻ പറ്റിയ വേറൊരു റൂട്ടാണ് കേട്ടോ. ഇത് നമ്മളുടെ എന്താ പറയുക, തൃശ്ശൂർ ഭാഗത്തു നിന്ന് എറണാകുളത്തേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് എളുപ്പം. ഇത് നമ്മൾ ആമ്പല്ലൂർ സെൻറ്ററിൽ ചെന്ന് കയറും. ഈ വഴിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലോറികൾ പോവില്ല, ചെറിയ കാറുകൾ മാത്രമേ പോകുള്ളൂ. കാരണം ഈ പാലൊക്കെ കണ്ടാവും വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വല്ല വണ്ടികൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കാറുകൾക്ക് പോകാൻ നല്ലതാണ്. കിലോമീറ്റർ ഒന്നും കൂടുതൽ വരില്ല. കാരണം ഈ വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 5 കിലോമീറ്ററിന് മുകളിൽ വരുള്ളൂ. പക്ഷെ അത് അനുസരിച്ച് നമ്മൾ എന്താ പറയുക, മുന്നിലാണ് ചെന്ന് കയറുക. ഏത് നമ്മളുടെ ആമ്പല്ലൂർ സെൻറ്ററിൽ ചെന്ന് കയറും. അപ്പോൾ നമുക്ക് ആ 3 കിലോമീറ്റർ കൂടുന്നതും 3 കിലോമീറ്റർ മുന്നിൽ ചെന്ന് കയറുന്നത് കൊണ്ട് കിലോമീറ്റർ ഒന്നും കൂടുതൽ വലിയ കാര്യമായിട്ട്. അപ്പോൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ടോൾ കൊടുക്കാണ്ട് പോവാം. പിന്നെ സമയം ചെറുതായിട്ട് ഒരു 5 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു 3 കിലോമീറ്ററിന് ഒരു 5 മിനിറ്റ് കൂടുതൽ വേണ്ടി വരും. അത്രയാണ് വേണ്ടു. എന്നാലും ഇതാണ് നല്ലത്. ഞാൻ എല്ലാ ദിവസവും പോകണതുകൊണ്ട് ഇതിലായിട്ട് പോകാറ്. അല്ലെങ്കിൽ ഒരു 150 രൂപ വേറെ നമ്മൾ ടോൾ കൊടുക്കേണ്ടത്. അതായത് ദിവസം 150 രൂപയ്ക്ക് നമ്മൾ ഫുഡ് അടിക്കും ഗൈസ്. നമുക്കാണെങ്കിൽ ആകെ 3 കിലോമീറ്റർ ഓടാൻ എന്താ പറയുക 15 രൂപ പോലും വേണ്ട. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു വെറുതെ അതിലെ ടോള് കൊടുത്ത് പോകണം? ഇത്ര നല്ല വഴി കിടക്കുമ്പോൾ അത് നല്ല വഴിയാണ് കേട്ടോ. ഒരു കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചെറിയ സ്ഥലത്ത് മാത്രമേ വീതി കുറവുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല വീതിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വലിയ വണ്ടി ഇതിലൊന്നും അധികം വരണ കണ്ടിട്ടില്ല. ചിലപ്പോൾ നാട്ടുകാർ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കണ്ടായിരിക്കും. അതുകൊണ്ടാണോ എന്നുള്ളതും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഈ വഴിക്കാണ് വരാറ്. നമ്മൾ പറഞ്ഞ് തീർന്നില്ല, അപ്പോഴേക്കും കണ്ടു ഇതിലേ വണ്ടികൾ പോണ സമയത്ത് ലൈൻ കമ്പി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടികൾ ഹൈറ്റുള്ള വണ്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടുകളിലേക്കൊക്കെ ക്രോസ് ചെയ്യണ ലൈൻ കമ്പികളൊക്കെ ഉണ്ടല്ലോ, അതുമിലൊക്കെ കോർത്ത് വലിക്കും, അത് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ പോകുമ്പോഴേ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ തടയണതിൻ്റെ മെയിൻ കാരണം അതാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഇതേ കെട്ടിക്കൊണ്ടിരിക്കുക. ഗായ്സ്, നമ്മൾ വീണ്ടും എറണാകുളത്തെ ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അതുകൂടി മേടിക്കട്ടെ കേട്ടോ. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വണ്ടി കിടക്കണ കണ്ടു. നമ്മുടെ ഈ അടിച്ചു വരുന്ന വണ്ടിയാണ് കേട്ടത്. മൊത്തം നമ്മുടെ റോഡൊക്കെ അടിച്ചു വരില്ലേ, ആ വണ്ടിയാണ് ഈ കിടക്കണത്. ഇതെന്താണ് ഇവിടെ കൊണ്ടിട്ടുണ്ട്? ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച സാധനം. അതായത് റിഫ്ലക്റ്റീവ് സ്റ്റിക്കർ ബമ്പറുമ്മ ഒട്ടിക്കണത്. ഇതിൻ്റെ വില 280 രൂപയാണ് കേട്ടോ. ഇത് നമ്മൾ സൈക്കിളുമ്മിലൊക്കെ വെക്കുന്ന സാധനത്തിൻ്റെ സെയിം സാധനം. അതിന് 2 റുപ്യ കണ്ടുണ്ടായിരുന്നുള്ളൂ. ഈ സാധനത്തിൻ്റെ വില 280.
ബെൻസ് എന്ന് പറഞ്ഞൊരു പേരുള്ളത് കൊണ്ട് തന്നെ ഭാരത് കഴിഞ്ഞിട്ട് ബെൻസ് എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് തന്നെ ഇല്ലേ ഒരു കുഞ്ഞ റിഫ്ലക്ട് 2 രൂപയുടെ സാധനം 200 രൂപയാണ്. 200 275 രൂപ. എന്ത് ചെയ്യണം എന്നറിയില്ല. അതുപോലെ തന്നെ കുറച്ച് നേരത്തെ വരുന്ന സാധനം 2000 രൂപ. നല്ല വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. എന്തായാലും നമ്മുടെ സാധനം കിട്ടി. ഇനി നേരെ ഇക്കയുടെ വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് വണ്ടി ഇതിൻ്റെ പുറത്ത് തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടയർ ശരിയാക്കുന്ന സ്ഥലം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയറിനൊക്കെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ അതിനും കൂടിയുള്ള സൗകര്യം ഉണ്ട്. കാറ് ഞാനിവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ വണ്ടിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോണ്ട് നമ്മുടെ ഇക്ക പണിക്കാരുടെ ഒപ്പം നിന്ന് പണിയാണ് കേട്ടോ. ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല ഇക്കയും പണിക്കാരുടെ ഒപ്പം നിന്ന് പണിയുന്നത്. അതാണ് നമ്മുടെ വണ്ടിയോടുള്ള ഇക്കയുടെ ആത്മാർത്ഥത. അല്ല ഇക്ക? കേസായി പോയി വണ്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളും കൂടി നിന്നാലാണ് അത് ഒന്ന് ക്ലിയർ ആവുള്ളൂ. കുറച്ച് കയ്യൊക്കെ ഒന്ന് എത്തണം. ഇത് സ്പെഷ്യൽ വർക്ക് ആവുമ്പോൾ നമ്മൾ പറഞ്ഞേൽപ്പിച്ചിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ വേണം അതിന്റെ ഒപ്പം അല്ലേ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നില്ലേ ക്ലിയർ ആവില്ല. അപ്പൊ ഇക്കൊപ്പം നിന്നിട്ട് സംഭവമൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാൻ വന്നപ്പോഴേക്കും ഈ സൈഡിലത്തെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് കണ്ടോ, സൈഡിലത്തെ ബീഡിങ് മൊത്തം ഇട്ടു. അതുപോലെ ഞാൻ മറ്റേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ മേടിച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിപ്പോൾ അവിടെ ഫിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ക്യാബിൻ്റെ ബാക്കിലത്തെ എയർ വെൻ്റാണ് കേട്ടോ. ഇതൊക്കെ മാറ്റ് ബ്ലാക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം എടുത്ത് ഫിറ്റ് ചെയ്യണം. പിന്നെ ഇനി ഹാൻഡിൽ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. ഹാൻഡിൽ പൊട്ടിയിട്ടുള്ള ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. പിന്നെ നമ്മളുടെ ഇന്നലെ എല്ലാ പരിപാടിയും ഞാൻ പോയതിന് ശേഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ അടിച്ചത്. ഇവിടുന്ന് പോകുമ്പോൾ 10 മണി കഴിഞ്ഞു. നമ്മളുടെ എന്താ പറയുക ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഫുള്ള് മെറ്റാലിക് അടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് ഉള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യണത്. ഇവിടെ 2 വയറുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ വയറുകളൊക്കെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് മറ്റേ എന്താ പറയുക ഹോണിനും അതുപോലെ തന്നെ ചെറിയ ലൈറ്റിനുള്ള സംഭവങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൺഷൈഡ് വെച്ചു കിട്ടോ. അത് നമുക്കിങ്ങനെ ലുക്ക് അറിയണമെങ്കിൽ ലേശം വണ്ടി ഇറക്കി നിർത്തി കഴിഞ്ഞ് നോക്കിയാലാണ് അതിൻ്റെ ആ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളതും ലുക്കൊക്കെ ശരിക്കും എടുത്തറിയുള്ളൂ. ഇത് ശരിക്കും ഇപ്പോൾ നമുക്ക് അങ്ങനെ അറിയുന്നില്ല, തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ നോക്കണത് കൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ ഈ കൗളൊക്കെ ഇന്നലെ പോയതിന് ശേഷം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതിൽ നമ്മളുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് ഞാൻ വിചാരിച്ച മറ്റേ ഇത് തന്നെയാവും കളറായിട്ട് നിൽക്കാമെന്നാണ്. ഈ ഒരു കളറാണ്, പക്ഷേ ഇതിപ്പോൾ ഈ കളർ അടിച്ചു വെക്കുക. അത് അവിടെ സാധാരണ ആ മാറ്റ് ബ്ലാക്കാണ് വരിക. പക്ഷേ ഞാൻ വിചാരിച്ച ഒറ്റ കളർ മതിയെന്നായിരുന്നു. ഇനിയിപ്പോൾ അടിച്ചു പോയിട്ട് കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നിലവിൽ പിന്നെ നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുക പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ ഇത് മെറ്റാലിക് സംഭവം അടിച്ചു. ഹാൻഡിലടക്കം മെറ്റാലിക്കാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. പിന്നെ ഇനി ഉള്ളിലേക്ക് വരുമ്പോൾ ഇനി നമുക്ക് അഡീഷണൽ പണികളുണ്ട്. കാരണം നമ്മളുടെ എയറിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് മാറ്റി ഇവിടേക്ക് വെക്കാനുള്ളത് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വെക്കുന്ന ട്രാക്ക് ലൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ മറ്റേ ലൈറ്റ്. അപ്പോൾ ഇത് ബ്ലാക്ക് കളറാണ് സാധാരണ വരുന്നത്. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം അതേപോലെ തന്നെ ഗ്രേ കളർ അടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റിയറിങ്ങിൻ്റെ ഇത് കണ്ടു, ഇത് നമ്മൾ പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം നമ്മൾ അവിടെ ഗ്രേ കളർ ആക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഒക്കെ കളർ വളരെ മോശമാണ്. അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒക്കെ എന്താ പറയുക മൊത്തത്തിൽ ഭയങ്കര മോശമാണെന്ന് പറയില്ലേ സെറ്റപ്പ്. അതേപോലെ തന്നെ ഈ വയറ ഇവിടുന്ന് എടുക്കണം, കാരണം ഇത് മാറ്റി ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ്റിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ അത് തന്നെ ഞാൻ തന്നെ ഇത് വലിച്ചു പറിച്ച് എടുത്തു. അതുപോലെ തന്നെ ഇതും ഇവിടുന്ന് എടുക്കണം. ഇക്ക ഒരു ചെറിയ പണിയുണ്ട് കേട്ടോ. അതായത് എ സിയുടെ വെൻറ്റും സാധനങ്ങളൊക്കെ നമുക്ക് ബ്ലാക്ക് കളറുള്ള സ്ഥലത്ത് ആ സംഭവം അവിടെ ഇരിക്കുന്നത് ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ബ്ലാക്ക് കളർ വരിക, ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ബ്ലാക്ക് കളർ വരിക. ഈ ഒരു സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും പേപ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ, മാസ്ക് ചെയ്തു. ഇത് കണ്ടില്ലേ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൊത്തം നമ്മൾ കളറ് അടിച്ച് ഒറ്റയടിക്ക് നമ്മുടെ ഉള്ളിലത്തെ ഗ്രേ തന്നെ ഫുൾ അടിക്കാനാണ്. ഇപ്പോൾ അതിൻ്റെ ഗ്രേ കണ്ടില്ലേ, അതേപോലെ ഇത് തന്നെ സെയിം കളർ തന്നെ, പക്ഷെ മെറ്റാലിക് ആയിരിക്കുമെന്ന് മാത്രം ഫുള്ള്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ്. പിന്നെ ഇത് ഇവിടെ കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തം നമ്മൾ എന്താ പറയുക മറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇക്കോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മളുടെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് അവിടെ നിന്ന് ഊരിയെടുക്കണം. കാരണം വെച്ചാൽ അവിടെ പെയിൻറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഊരിയെടുത്ത് അവിടെ പാടായിരിക്കും. അപ്പോൾ അത് ഊരിയെടുത്ത് താഴത്തേക്ക് എങ്ങാനും ഇടണം. എല്ലാം കഴിഞ്ഞിട്ടാണ് അത് ഫിറ്റിൻ്റെ സ്റ്റിക്കറിൽ അങ്ങനെ ഒട്ടിച്ചേക്കാണോ അത് സ്ക്രൂവിലാണോ എങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. GPS-ൻ്റെ സാധനമാണ്, ഇക്കോട് ചോദിച്ചോട്ടെ. എന്നിട്ട് വേണം അത് അവിടെ നിന്ന് ഊരി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രശ്നമാവും. അയ്യോ ഈ ലൈറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാണോ ഒക്കെ അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ നിലവിൽ മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഇതും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ചെറുതാണ്.
ഞാൻ മേടിച്ചു കൊണ്ടിട്ടുള്ള ലൈറ്റ് ചെറുതാണ് കേട്ടോ, ഇത്ര വലിപ്പമില്ല. ഈ സംഭവം വ്യത്യാസമുണ്ട്. ആണോ? ഇല്ല, ഇത് വലിപ്പം കൂടുതലാ. നമ്മളുടെ ചെറുതാ ഇപ്പം തന്നിട്ടുള്ളത്, ചെറുതാ. ആ കണ്ടോ, ഇത് നമ്മൾ ഊരി എടുക്കണം. ഊരി എടുത്തിട്ട് മറ്റേത് പുതിയത് വെക്കണം. അപ്പോൾ ഇവിടെ നിന്ന് പെയിൻറ്റ് ചെറുതായിട്ട് ടച്ച് ചെയ്യേണ്ട വരും എന്തായാലും. പിന്നെ അതേ നമ്മൾ ഉള്ളിൽ മാറ്റ് ബ്ലാക്കൊക്കെ ഇവിടെ അടിച്ചോടൊപ്പം തന്നെ ഇതിൽ മാറ്റ് ബ്ലാക്ക് അടിച്ചു. പിന്നെ ഉള്ളും കാര്യങ്ങളും ഒക്കെ മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാ ബീഡിങ്ങുകൾ, അതുപോലെ തന്നെ ഡോറിൻ്റെ ബീഡിങ്, അതുപോലെ ഈ സൈഡിൽ വരുന്ന ബീഡിങ്ങുകൾ എല്ലാം നമ്മൾ ബ്ലാക്ക് കളറിലേക്ക് ഇനി മാറ്റ് ബ്ലാക്ക് അടിക്കണം കേട്ടോ. ഇത് മാറ്റ് ബ്ലാക്ക് അടിക്കണം. അതുപോലെ തന്നെ ഈ ഫുഡ് റെസ്റ്റിൻ്റെ സംഭവം മാറ്റ് ബ്ലാക്ക് അടിക്കണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇത് ഇപ്പോൾ നമ്മളുടെ മറ്റേ കൊണ്ടുവന്നിട്ടുള്ള ഇതുണ്ടല്ലോ, അത് സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ബ്ലാക്ക് സ്ക്രൂ ഇല്ലേക്കാ, ബ്ലാക്ക് ടച്ച് ചെയ്യണോ ചെയ്യുക? അപ്പോൾ നമ്മുടെ കൊണ്ടുവന്നിട്ടുള്ളത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ 4 സ്ക്രൂ വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ സ്റ്റീലിൻ്റെ ആണ് ചെയ്യണം. ഇനി അത് ബ്ലാക്ക് ഇതിലേക്ക് ചെയ്യണം. അതിലൊരു ചെറിയ വ്യത്യാസം നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ വരുത്താനുണ്ട് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ പോലെ തന്നെ പറയാൻ വരുമ്പോഴേക്കും മറന്നു പോകാനുള്ള കഥ. എന്തൊരു കഷ്ടം. ഇക്കനെ കണ്ടൊക്കെ സ്കൂളിലെ മാഷ് ചോദ്യം ചോദിക്കുന്ന പോലെ ഒക്കെ മറന്നു പോകാം. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. എന്താണോ കാരണം? ഞാൻ പറയാൻ വന്ന കാര്യം ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആലോചിച്ചായിരുന്നല്ലോ. ഓർമ്മ ഒന്ന് കഴിച്ചിക്കോട് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GPS അയച്ച് അവിടെ നിന്ന് എടുക്കണമെന്ന് പറയാനാണ്. അല്ലെങ്കിൽ അവിടെ പെയിൻറ്റ് അടിക്കുമ്പോഴേ പിന്നെ ഇതാവും മറന്നു പോയി കഴിഞ്ഞാൽ പെട്ടുപോയില്ലേ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ പോയിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ക്ലാമ്പും കാര്യങ്ങളൊക്കെ 2 ബോൾട്ട് അയച്ച് ഇവിടെ സെറ്റ് ചെയ്തു, ഇവിടെ സെറ്റ് ചെയ്തു. ഫ്രണ്ടിലേക്ക് ഈ ബോൾട്ട് അയച്ച് അതിനകത്തേക്ക് തന്നെ ഇടാൻ തോന്നുന്നുണ്ട് അല്ലേ? അല്ലാണ്ട് ഇത് വേണ്ടല്ലോ, അതിന് ക്ലാമ്പ് വേണ്ടല്ലോ ഈ വീൽ കപ്പിന്. അല്ല, ഫ്രണ്ടിലേക്ക് ആവശ്യമില്ലല്ലോ, റിങ് ടൈപ്പ് ആണല്ലേ. അപ്പോൾ നെറ്റിലേക്ക് അഡ്ജസ്റ്റ് ആയി പൊക്കോളൂ അല്ലേ? നെറ്റിലേക്ക് അത് അഡ്ജസ്റ്റ് ആയി പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ടെൻഷൻ അടിച്ച് പണ്ടാറായി. ഞാൻ ചോദിക്കുന്നതിന് തന്നെ ഉത്തരം കിട്ടണില്ല. ഇക്ക് ആകെ ടെൻഷനിലാണ്. എന്തൊക്കെയോ നിറച്ചും ടെൻഷൻ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. ഇക്ക് ആവശ്യത്തിന് സമയം എടുത്താൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് വെക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ആ സമയത്ത് പറഞ്ഞാൽ മതി. പിന്നെ ഇത് നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഈ വണ്ടിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കി, ഇതിപ്പോൾ എല്ലാ വണ്ടിക്കും ചെയ്യേണ്ടത്. ഇതൊരു പ്രശ്നമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സംഭവം ആണോ? ഇതിന്റെ ഫുൾ പണി കഴിഞ്ഞിട്ടേ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ ഈ പറയണ ഒരു കുറ്റവും പറയില്ല കേട്ടാ. ഫുള്ള് അത് തന്നെ. ആ പീസും അതേപോലെ ഈ ലുക്കും ഇങ്ങനെ അടഞ്ഞങ്ങോട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഒരു ലുക്ക്. ഇതാണ് ശരിക്കും പറഞ്ഞ ഈ വണ്ടിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം അല്ലേ? ഇതാണ് ആ ക്യാബിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതില്ലായിരുന്നെങ്കിൽ ആകെ എന്താ പറയാ, ഭയങ്കര ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവം അടിപൊളിയായി. പിന്നെ അതെ, എല്ലാം വന്നു കഴിയുമ്പോൾ സൂപ്പറാവും. വയർ കട്ട് ചെയ്യാണ്ട് ടയറിന്റെ ആ സാധനം ഇങ്ങോട്ട് മാറ്റി ഫിറ്റ് ചെയ്യാനുള്ളതുണ്ട്. ഹാൻഡ് ബ്രേക്കിന്റെ അതേപോലെ തന്നെ മറ്റേ സംഭവം അതും അത് ക്ലാമ്പ് വേണ്ടക്ക അതിലുണ്ട് ഓൾറെഡി ക്ലാമ്പ് സാധനങ്ങൾ. അത് അങ്ങനെ തന്നെ അവിടുന്ന് ഊരി ഇങ്ങോട്ട് പൈപ്പ് മാത്രം കട്ട് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ആ സംഭവം GPS-ന്റെ ആ സാധനം ഒരിക്കലും പെയിന്റ് അടിച്ചോളാം. അപ്പോൾ ആ 2 സംഭവമാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ചെയ്യാനുള്ളതുള്ളൂ. പിന്നെ അതേ ബമ്പറിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യാണ്ടല്ലേ? അതെ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഇതിനെന്ത് ട്രാക്ക് ലൈറ്റ് എന്താ പറയുന്നത്? സൈഡ് ബോഡി. നമ്മൾ ഇത് അയച്ചു കളഞ്ഞിട്ട് അല്ലേ? ഇതൊക്കെ കളഞ്ഞിട്ട് ഇനി ഇവിടെ വേറെ ഇതേപോലെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 ഉണ്ട്. അപ്പോൾ സൈഡ് നോക്കണം. ഇനി വേറെ പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ ആവശ്യമില്ല. വൈറ്റ് മതി. കണ്ണ് കാണുകയും ചെയ്യാം അപ്പോൾ സുഖമായിട്ട്. അത് അപ്പുറത്തെ സൈഡ് അതേപോലെ തന്നെ. അപ്പോൾ ഫുള്ള് സാധനങ്ങൾ അപ്പം അങ്ങനെയുള്ള പരിപാടികൾ കഴിഞ്ഞു അല്ലേ? അതെ അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ അത് ചെയ്തോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് അടിക്കാൻ പറഞ്ഞില്ലേക്കാ, നമ്മുടെ നമ്പർ പ്ലേറ്റ് ബ്ലാക്ക് അടിച്ച് മഞ്ഞടിച്ച് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ബാക്കിൽ നിന്ന് ഉള്ളത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നമ്മളുടെ ഓർമ്മയിൽ വരുന്ന സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാ സംഭവങ്ങളും അതൊക്കെ മറ്റേ ഇത് ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇനി ടച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഒന്ന് ടച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ അത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ബീഡിങ്, ഡോറിൻ്റെ ബീഡിങ്ങും ഉള്ളിൽ വരുന്ന ബീഡിങ്ങും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓൾറെഡി നമ്മൾ പെയിൻ്റ് അടിച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ഫിൽറ്ററും പെയിൻ്റ് അടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കവൾ ഓരോ ഇവിടെ കിടക്കണം, ഓരോ അവിടെ കിടക്കണം. പിന്നെ ഇനി ഗ്രില്ലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഒരു തമ്പനയിലുള്ള ഫോട്ടോ എടുക്കാൻ. ഗ്രില്ല് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഒരു തമ്പനയിലുള്ള ഒരു ഫോട്ടോ എടുക്കാൻ. അപ്പൊ നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതി. എന്നാലാണ് ശരിക്കും പറഞ്ഞാൽ ലുക്കും അറിയുള്ളൂ. മൊത്തത്തിലുള്ള ലുക്ക് വണ്ടിയുടെ അറിയണമെങ്കിൽ ലേശം ഇറക്കിയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയുള്ളൂ.
അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഉച്ച ഇനിയിപ്പോൾ പണിക്കാർ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാവും മിക്കവാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. എല്ലാവരും പോയിന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ചില ബോൾട്ടുകളൊക്കെ അഴിയാൻ ഒരുപാട് സമയം എടുക്കും. ഇത് തന്നെ ട്രാക്ക് ലൈറ്റ് പിടിപ്പിക്കാനുള്ള ബോൾട്ട് തന്നെ അയച്ചെടുക്കാൻ പറ്റും. ബമ്പറൊന്നും ഇതേവരെ അയച്ചിട്ടുണ്ടാവില്ല. 10-12 കൊല്ലായില്ലേ? ഓ ഹെഡ്ലൈറ്റിന്റെ ഇത് അല്ലേ അഴിക്കാനായിട്ട് വലിയൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിന്റെ ബോൾട്ടൊക്കെ തുരുമ്പെടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി കട്ട് ചെയ്തെടുക്കേണ്ടി വരുമോ? അതെ അല്ലേ? അയ്യോ അതാണ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇവിടെ വരണം വെക്കാനുള്ളത് കൊണ്ട് ഇതൊക്കെ അഴിച്ചെടുക്കും. പക്ഷെ ഇതൊരു ഇതുണ്ടായി. ഞാൻ വിചാരിച്ച എന്താണെന്നറിയാം, ഈ ഒരു ബ്ലാക്ക് ഇല്ലേ അത് ആ കളർ തന്നെയാവുന്ന വിചാരിച്ചു, മെറ്റാലിക് തന്നെയാവുന്ന വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നേ. പക്ഷെ മെറ്റാലിക് അടിച്ചു കഴിഞ്ഞ സാധനം അല്ലായിരുന്നോ? നമുക്ക് ബ്ലാക്ക് നമുക്ക് മേളിൽ വന്നേക്കുന്നത് കുറച്ച് സ്ഥലങ്ങൾ ബ്ലാക്ക് വന്നു. ഒന്ന് ഇവിടെ ഒന്നിനിപ്പോ ഇവിടെ ഒരു ബ്ലാക്ക് വന്നു. പിന്നെ നമുക്ക് താഴത്തേക്ക് വേറെ ബ്ലാക്ക് എന്ന് പറയാനായിട്ട് 2 കഷ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പ്രതീക്ഷിപ്പായി നോക്കിയോ, ഗ്രില്ല് വരുമ്പോൾ ഭയങ്കര ലുക്ക് കോമ്പിനേഷൻ. ഇത് ഇവിടെ ബ്ലാക്ക് വന്നേക്കുന്നതുകൊണ്ട് നമ്മുടെ ഗ്രില്ല് എടുത്ത് കാണിക്കും. ഇല്ലെന്ന പ്രശ്നം ഇതും കൂടെ സിൽവർ ആകുമ്പോഴത്തേക്കും മൊത്തം ഒരൊറ്റ ഇതായിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് വരുമ്പോ എന്തൊരു ഡാർക്ക് കളർ ലൈറ്റ് കളറിനോട് ചേർന്ന് വന്നാലാണ് ഈ ലൈറ്റ് കളർ എടുത്ത് കാണിക്കുന്നത് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഡാർക്ക് കളർ ലൈറ്റ് കളർ. അത് കുഴപ്പമില്ല. ഞാനത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മെറ്റാലിക് അടിച്ചിട്ടുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് മെറ്റാലിക് കളർ തന്നെ ആവുന്ന ഞാൻ വിചാരിച്ചത്. ഇക്കയ്ക്ക് കളർ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞേക്കാൻ പറഞ്ഞാണ് എന്നോട്. ഞാൻ വിചാരിച്ച് ഇക്കയ്ക്ക് കളർ കിട്ടാൻ വേണ്ടിട്ടാണെന്ന് ഗൈസ്. അതല്ലായിരുന്നു. വീണ്ടും രണ്ടാമത് ഇരട്ടി പണിയാണ്. ഇന്നത്തെ പരിപാടി മുഴുവൻ രണ്ടാമതും പണിയേണ്ടി വരും. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ആ ബോൾട്ട് അയച്ച് ഹെഡ്ലൈറ്റ് പിടിപ്പിച്ചാലാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്യാനും പറ്റുള്ളൂ അല്ലേ? അതെ കണ്ട അമ്മ പൊളിച്ചു, അടിപൊളി. അത് ഫിറ്റ് ചെയ്താ പിന്നെ ഇത് എന്തിന്റെയൊക്കെ ഇത് ലൈറ്റിന്റെ കണക്ഷനുകൾ പോണ നമ്മുടെ ഇതിന്റെ ട്രാക്ക് ലൈറ്റിന്റെ ഒരു കുഞ്ഞു ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് അല്ലേ? നമ്മുടെ ട്രാക്ക് ലൈറ്റിന്റെ ഹോൾഡർ ഇതിലേക്ക് ഇടാനുള്ളത് അല്ലേ? എനിക്ക് ഈ ട്രാക്ക് ലൈറ്റ് അങ്ങനെയുള്ള പേരുകൾ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടണില്ല. ഇപ്പൊ മനസ്സിലായി, ട്രാക്ക് ലൈറ്റ് ഇനി മറക്കൂലക്ക. അപ്പൊ ഇവിടെ ഫിറ്റ് ചെയ്യണ ആ ലൈറ്റിനുള്ള ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതൊന്നും അയക്കാൻ കിട്ടണില്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഈ ഇത്ര കൊല്ലമായിട്ട് നമ്മളിതൊന്നും അയക്കേണ്ട ആവശ്യം വന്നിട്ട് ഇപ്പൊ നെറ്റായാലും ഈ വക സാധനങ്ങളൊക്കെ അഴിക്കാണ്ട് അതും ബോൾട്ടൊക്കെ മറ്റേ ടൈപ്പല്ലേ പെയിന്റ് കിരി അടിച്ചു കഴിഞ്ഞപ്പോഴേ ഒന്നും അനങ്ങാത്ത അവസ്ഥയായി. ഇനിയിപ്പോൾ എന്തായാലും ഊരി എടുക്കണം. ഓരോന്നോരോന്ന് ശരിയാക്കി എടുക്കാണ്ട് പറ്റില്ലല്ലോ. എന്ത് പാടുപെട്ടിട്ടായാലും ഒക്കെ ശരിയാക്കും അല്ലേക്കാ, ശരിയാക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പണിക്കാർക്ക് ഇത്തിരി ടഫായി പോയെന്നല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ തീരണല്ലേ? അല്ല അത് കുഴപ്പമില്ല. എന്തായാലും ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം ശനിയാഴ്ചയാണ്. നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോ ഇടുക ശനി എന്നുള്ളത് ഞായറായിരിക്കും. അപ്പോൾ ഞായറാഴ്ച നമ്മുടെ വണ്ടി ഇറങ്ങും. അതെ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും അതെ. അപ്പൊ തിങ്കളാഴ്ച മിക്കവാറും നമ്മൾ വണ്ടി ഇറങ്ങണ വീഡിയോ തിങ്കളാഴ്ച ഇടും അല്ലേ? അങ്ങനെയാണ് കേട്ടോ ഗൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തോണ്ട് ഫുള്ള് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ചത്തേക്ക് നമ്മളുടെ വണ്ടി ഇറങ്ങണ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. ഇതൊന്ന് അടച്ച് കാണിക്കട്ടെ കേട്ടോ. അടച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എങ്കിലും വന്നു കഴിയുമ്പോൾ നോക്കിയേ സൈഡിൽ വെന്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ സൈഡ് ജാതി സ്റ്റൈലായിട്ടാ. ശരിക്കും ഒരു വിഡിതരം പറ്റി. ആ സൈഡും ഭംഗിക്ക് വേണ്ടി മാത്രം ഈ ഒരു സാധനം ചെയ്യായിരുന്നു നിൽക്കാം. അല്ല ശരിക്കും ഈ സാധനം ജാതി ഭംഗിയാണ് എയർ കട്ടിങ്ങിന്റെ. അതെ ശരിക്കും അപ്പുറത്തേക്ക് നമുക്കത് ചെയ്യായിരുന്നു. ഇനിയിപ്പൊ പെയിന്റ് അടിച്ചു പോയില്ലേ? ഇനി കട്ട് അത് തന്നെ വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രം. ഇനി കട്ട് ചെയ്ത് കഴിയുമാവില്ല, വേണ്ട. സംഭവം ജാതിക്ക് ഇടുവായി. അത് വന്നപ്പോഴാണ് ശരിക്കും ആ ഒരു സാധനത്തിന്റെ എന്താ പറയാ. അതെ. ഇനിയിപ്പോ ഇതിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ ഇങ്ങനെ സംഭവം ഇവിടെ വെച്ചിട്ടുള്ളത് അറിയില്ല. മൊത്തത്തിൽ കാണുമ്പോൾ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. പക്ഷെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവില്ലാത്തൊരവസ്ഥയാവും. പിന്നെ നമുക്ക് ഇതിൽ ലൈറ്റ് ഇനി മേടിക്കാണ്ടല്ലേ? അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ലൈറ്റുകൾ ഇതിൽ വെക്കാണ്ട്. ലൈറ്റിന്റെ ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ടച്ചിങ്ങുകളും കാര്യങ്ങളും ഉള്ളൂ. പിന്നെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. മനസ്സിൽ നിന്ന് പോയി. എന്തായിരുന്നു അറിയോ? നമ്മുടെ ക്യാബിന്റെ മുകളില് അന്ന് മറ്റേ വണ്ടിക്ക് പറഞ്ഞില്ലേ നമ്മള് ആ സാധനം ചെയ്തിട്ടില്ലേക്കാ. ചവിട്ടി നിൽക്കാനുള്ള അല്ലെങ്കിൽ പായ വലിക്കാൻ പറ്റില്ല മുകളിലേക്ക്. പിന്നെ ഞാൻ മറ്റേ അതെ ഞാനേ മറ്റേ നമ്മുടെ AC-യുടെ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. AC-യുടെ ആള് വിളിച്ചപ്പോൾ ആള് പറഞ്ഞു സൈഡിലുള്ള വെപ്പ് നടക്കില്ല. അപ്പൊ പിന്നെ മുകളിൽ ആ സാധനം വെച്ചുകൊണ്ട് നമുക്ക് തടസ്സമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന്. അപ്പൊ മുകളിൽ നിന്ന് മാത്രമേ വെക്കാറുള്ളൂ. അത് ആള് സൈഡിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തുളയിലേക്ക് കറക്റ്റ് കയറും. ബാക്കിൽ നിന്ന് ഫ്ലോയും കാര്യങ്ങളൊന്നും കറക്റ്റ് ആവില്ല എന്ന്. അപ്പൊ മുകളിൽ നിന്ന് തന്നെ
വെക്കാം, മുകളിൽ നിന്ന് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ അപ്പോൾ ആള് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ആള് AC ക്ക് വേണ്ട അളവിന് കട്ട് ചെയ്യും. അപ്പോൾ ആള് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആ പീസ് നമുക്ക് തരും. അപ്പോൾ ഫിറ്റിങ്ങിന് ശേഷം നമ്മൾ അത് അതുമേലേക്ക് AC മേലേക്ക് ലോഡ് ആവാത്ത രീതിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ കുഴപ്പമില്ല. പക്ഷെ ആകെ പറഞ്ഞിട്ടുള്ള പായല്ല എന്ത് സാധനം നമ്മൾ ഇടുകയാണെങ്കിലും അതിലൊരു അതിലൊരു ആകെ എന്താ പറയുക ഒരടി വലിപ്പത്തിൽ ഒരു റൗണ്ടിൽ മറ്റേ ഒരു ഫാൻ ഉണ്ടെന്ന്. ആ ഫാനിന്റെ മുകളിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അത് ഇടാണ്ടിരുന്നാൽ മതി, വേറെ പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും മുകളിലത്തെ ഗ്രില്ല് നമുക്ക് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് അവർ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പണിക്കടി ഉണ്ട്. കാറ്റ് കിട്ടില്ല, നല്ല എയർ കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്യണം കേട്ടോ, മറക്കണ്ട. അപ്പോൾ അത് ഞാൻ മറന്നുപോയായിരുന്നു, അതുണ്ടായത്, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞു പോയേനെ. പിന്നെ നമ്മളുടെ വീൽ കപ്പും പിന്നെ അതുപോലെ തന്നെ കളറൊക്കെ അടിച്ചു കഴിയുമ്പില്ലേ കുട്ടപ്പനാവും. ഇക്കയ്ക്ക് കുറച്ച് വിശക്കണ്ടെന്ന് കൊണ്ടിട്ട് അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ മുഖത്ത് കാണുന്നുണ്ട്. ഇക്കാ ചോറ് പിടിച്ചു തരാം, പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഇക്ക എവിടെ നിന്ന് ഞാൻ അവിടേക്ക് പോവാണ്. ഞാനും ഒക്കെയും കൂടി സ്ഥിരം കഴിക്കാൻ വരാറുള്ള സ്ഥലത്തേക്ക് തന്നെ വന്നു. പക്ഷേ ഇന്ന് വന്നപ്പോൾ പതിവിൽ വിപരീതമായിട്ട് ഫുൾ തിരക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഫുൾ തിരക്കൊന്നും കാണാറില്ല. ഇന്ന് രക്ഷയില്ല, നല്ല തിരക്കായില്ലേക്കാ, ഇന്ന് നല്ല തിരക്കായി, രക്ഷയില്ല. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി കറിയാണ് കേട്ടോ. തക്കാളി തേങ്ങ അരച്ച് എണ്ണ കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കറി, പിന്നൊരു വാഴപ്പഴത്തിൻ്റെ കറി, പിന്നൊരു എനിക്കാണെങ്കിൽ മീൻചാറ് വേണ്ട, പിന്നൊരു എന്താ പറയുക അച്ചാറ്, ഇരുമ്പുളി അച്ചാറ് അല്ലേ. ഇരുമ്പുളിക്ക് നിങ്ങൾ എന്താ പറയുക? അത് പല സ്ഥലത്തും പല പേരാ അല്ലേ, പല സ്ഥലത്തും പല പേരാട്ടോ. ഈ സാധനമാണ് ഇന്നത്തെ കറി. നമുക്ക് സ്പെഷ്യലൊന്നും വന്നില്ലല്ലോ, ഇന്ന് തിരക്കായിപ്പോയി, ഭയങ്കര തിരക്കായിപ്പോയി. ചെമ്മീൻ അതുപോലെ തന്നെ ഇതെന്ത് പള്ളത്തി അല്ലേ, ഈ രണ്ട് സാധനങ്ങളാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ മേടിക്കാറ്. പിന്നെ ഇവിടെ വേറെ ഒന്ന് കൂടുതലുണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ എനിക്ക് അത്ര ഒരു താല്പര്യമില്ല. ഈ കൂടുതൽ ചെമ്മീനാണെന്നുണ്ടല്ലേ, ചെമ്മീൻ ഇത് രണ്ടെണ്ണം തന്നെ എനിക്കും ഇഷ്ടം തന്നെയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനുകൾ, ചെമ്മീന്, കപ്പ, പിന്നെ കൊഴുവ, പിന്നെ മീൻപീര, നന്ദൻ, പള്ളത്തി, പിലോപ്പി വറുത്തത് ഇതിനകത്തില്ല, അത്രയുണ്ട് അല്ല സംഭവം. ആവശ്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. അതൊക്കെ ഉണ്ട്, അത് ഇതിൻ്റെ ഒപ്പം വന്നിട്ടില്ല എന്നുള്ളൂ അല്ലേ. ചാള വറുത്തത്, അയില വറുത്തതും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്കയ്ക്ക് സാധാരണ ഒരു പതിവുണ്ട്, എന്തെങ്കിലും ജ്യൂസ് കുടിക്കണം എന്നല്ലേ. എനിക്ക് എന്നിട്ട് പതിവെന്ന് അറിയോ, എന്തെങ്കിലും ഒരു മിഠായി തിന്നണം, ഒരു മധുരം. ഓരോ ആൾക്കാർക്ക് ഓരോ വീക്കൻസാണ്. അപ്പം ഞങ്ങൾ തൊട്ടപ്പുറത്തൊരു കടയിൽ വന്നിട്ട് എന്താ പറയുക പൊട്ട വെള്ളരി കഴിക്കാം. അതൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നാൾ കഴിച്ചത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഈ ചാമ്പങ്ങ ഉപ്പിലിട്ട സംഭവമില്ലേ, അത് അതേപോലെ കഴിച്ചിട്ടുണ്ടായില്ല, അതെനിക്കിഷ്ടമായി. നമ്മളുടെ തൃശ്ശൂരൊന്നും ഈ സംഭവം അധികം ഇല്ല കേട്ടോ. പൊട്ടുവെള്ളരിയുടെ പരിപാടി ഇല്ല. ഇങ്ങോട്ട് വന്നോട് കൂടിയിട്ടാണ് ശരിക്കും ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കണ്ടു തുടങ്ങിയത്. ഞങ്ങളുടെ അവിടെ ഇല്ല, ഈ വാടാനപ്പള്ളി സൈഡിലൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്തേക്കൊന്നും ഇല്ല വലിയ കാര്യമായിട്ട്. ഇതാണ് ഇങ്ങനെ ഇരിക്കും, ഒന്നും വേണ്ട. ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങൾ പുതിയ അറിവാന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പുതിയ അറിവ് ഇപ്പം ഇക്കയും അതേപോലെ ഈ ചേട്ടനും കൂടി എനിക്ക് പറഞ്ഞു തന്നു. ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ സാധനം വിൽക്കാൻ പറ്റുള്ളൂ എന്നല്ലേ, കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പൊട്ടുവെള്ളരി എന്ന് പറയണത്. ശരിക്കും പൊട്ടിക്കഴിഞ്ഞാൽ അതേ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇതേവരെ ഇത് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് അറിയില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട്. അതാണ് വ്യത്യാസം അല്ലേ. ഇതിന് മധുരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇത് ലോക്കലിൽ ഉണ്ടാവണതാണ് അല്ലേ ഇവിടെ. നമ്മുടെ അവിടെയൊക്കെ തണ്ണിമത്തം മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ ഭാഗത്ത് വാടാനപ്പള്ളി സൈഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ വശത്തൊന്നും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ തൃശ്ശൂർ സൈഡിലേക്ക് ഇല്ല. അതെ അല്ലേ. അപ്പൊ എന്തായാലും ഇതൊരു പുതിയ ഇതായി. നമ്മളിപ്പോ ഇപ്പൊ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ടേ ഇപ്പൊ പൊട്ടിയ സംഭവം കിട്ടുമായിരുന്നെങ്കിൽ പറഞ്ഞേ പൊട്ടിയത് വേണ്ട നല്ലത് തരാം, പക്ഷെ പൊട്ടുവെള്ളരി പൊട്ടിയതാണ് കഴിക്കണേന്ന് ഇവിടെ ഇപ്പൊ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതും ഒരു പുതിയ അറിവാണ്. അതും മനസ്സിലായില്ല അപ്പൊ അങ്ങനെ അല്ലേ. ഇത്ര നാള് ഇക്കോടൊപ്പം പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരേ പുതിയ അറിവുകൾ പഠിച്ചോണ്ടിരിക്കല്ലേ. അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഷായി ഇപ്പൊ പോവാ നമുക്ക് അല്ലേ. തിരിച്ചു വണ്ടിയുടെ അവിടേക്ക് തന്നെ എത്തിയിട്ടോ ഞങ്ങള്. അപ്പൊ നോക്കുന്നുണ്ട് നമ്മുടെ കുറേ പെയിന്റിങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അതായത് നമ്മുടെ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ് ബ്ലാക്ക് കളറായിരുന്നു വരണ്ടാവുക, അത് മാറ്റി മാസ്ക് ഒക്കെ ഒട്ടിച്ച് നമ്മൾ ഗ്രേ കളറിലേക്ക് തന്നെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അതുണ്ടല്ലോ, അതും ഗ്രേ കളറിലേക്ക് തന്നെ അടിച്ചു. ഓട്ടോമാറ്റിക് അടിച്ചു, ഗ്രേ കളറിലേക്ക് തന്നെ അടിച്ചു. ഒരു മിഠായി വായിലിട്ടതാ,
ആ തീരുന്നില്ല. വീണ്ടും ഞങ്ങൾ പോയ സമയത്ത് ഇത് കണ്ടു, ഡാഷ്ബോർഡ് മൊത്തം പെയിൻ്റ് അടിച്ചു, അങ്ങേറ്റം വരെ ക്ലീനായിട്ട് പെയിൻ്റ് അടിച്ചു. അപ്പോൾ നമ്മളുടെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഏറെക്കുറെ സെയിം കളറിലേക്ക് വന്നു കേട്ടോ, ലൈറ്റ് ഗ്രേ കളറിലേക്ക് വന്നു. ആദ്യം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഡാർക്ക് ഗ്രേ ഉള്ളിലടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിങ്ങനെ ലൈറ്റ് കളർ വന്നപ്പോൾ എല്ലാം കൂടി ഏറെക്കുറെ സെയിം കളറിൻ്റെ അവിടേക്കായി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് മാറ്റണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അവനോട് പറഞ്ഞു, ഇതിൽ രണ്ടാമത് ഡാർക്ക് അടിക്കാൻ നിൽക്കണ്ട, ഉള്ളതുപോലെ തന്നെ നിലവിൽ മതി എന്ന് പറഞ്ഞ് നിർത്തി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ കമ്പി അതുപോലെ തന്നെ ഗ്രേ കളർ അടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലും ഡാഷ്ബോർഡ് അടിച്ചു. പിന്നെ ഒരു ഹെഡ്ലൈറ്റ് ഊരിയെടുക്കാൻ കിട്ടി, കുറേ പ്രയത്നത്തിന് ശേഷമാണ് കേട്ടോ. ഇത് കണ്ടു, ഈ ഒരു സെറ്റ് അങ്ങനെ തന്നെ ഊരിയെടുത്തു. ഇതിൻ്റെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഹെഡ്ലൈറ്റ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ക്ലിപ്പുകൾ ഓരോന്ന് അഴിച്ച് എടുക്കണം കേട്ടോ. പിന്നെ പ്ലഗിനകത്തേക്ക് കുത്തിയാൽ നമ്മൾ പുതിയത് മേടിച്ചിട്ടുള്ളതിൻ്റെ പ്ലഗിനകത്തേക്ക് കുത്തി കഴിഞ്ഞാൽ വേറെ കണക്ഷൻ്റെ ആവശ്യമില്ല. വയറൊക്കെ ഇവിടെ വന്ന് നിൽക്കണോണ്ട് അങ്ങനെ കണക്ഷൻ കൊടുക്കാനുള്ള പ്രയാസമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സ്ക്രൂവിൽ നിന്ന് ഈ സാധനങ്ങൾ അയച്ചെടുത്ത് ഇതൊക്കെ നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഈ ചില്ലൊക്കെ ഉണ്ടല്ലോ, ഇത് ബഫ് ചെയ്തിട്ട് സെയിം കളറാക്കണ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പുത്തൻ ഇതുപോലെ തോന്നും, എന്ത് ഗ്ലാസ് പോലെ തോന്നും, ഗ്ലാസ് അല്ല ലൈറ്റ് പോലെ തോന്നും. അങ്ങനത്തെ സംഭവം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ കളയില്ല, അതൊക്കെ അഴിച്ചുകൊണ്ട് വീട്ടിൽ വെക്കും. പിന്നെ അതുപോലെ തന്നെ റിലേ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. നമ്മളുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഇവിടെ വെച്ചിട്ടുള്ള ഗ്രില്ല്, ഈ ഗ്രില്ലിൽ ലൈറ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കണ്ടോ ലൈറ്റ് 1 2 3 4 5 6 ലൈറ്റും അതുപോലെ അതിൽ നിന്ന് പോയിട്ടുള്ള വയറുമാണ് കേട്ടോ കണക്ഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു മാല പോലെ ഇങ്ങനെ 6 ലൈറ്റ്, ഇവിടെ 3 ഇവിടെ 3 ഇങ്ങനെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റേ ലോഗോ വയ്ക്കണം കേട്ടോ, അങ്ങനത്തെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതഴിച്ച് ഇട്ട് അത് ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ ഹെഡ്ലൈറ്റ് അഴിക്കാനുള്ള പരിശ്രമത്തിലാണ് പുള്ളി. അത് അഴിക്കാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. ഇന്നലെ നിൻ്റെ എപ്പോഴാണ് പണി കഴിഞ്ഞേ? രാത്രി? എൻ്റെ പൊന്നെ, ആ സമയം. എന്നിട്ട് നീ ഇന്നിപ്പോൾ എപ്പോൾ ഇറങ്ങി പരിപാടിക്ക്? 9 മണിക്ക് ഇറങ്ങി? ചേട്ടാ നിന്നെ സമ്മതിച്ചു കേട്ടോ. ഇവൻ നമ്മുടെ വണ്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇത്ര അധികം പ്രയത്നിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉറങ്ങുക എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതുവരെ ഇല്ലാണ്ടാണ് അവൻ പണിയെടുക്കുന്നത്. ബായും പറയണ്ട്, ബായ് അടിപൊളിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ബായ് ബോൽ ബായ്, ക്യാ പ്രോബ്ലം ഹേ? इधर का सीट अभी रूम का अंदर है, इधर क्लीन करने के लिए ऐसा वाला काम. ഇനി ഇതിൽ മാറ്റ് അടിക്കണം അല്ലേ? ഇതർ ബി മാറ്റ്, ഇതർ ബി തൊട. പിന്നെടാ ഈ എയറിൻ്റെ ഈ സാധനം ഉണ്ട്, അതായത് ഇതുണ്ടല്ലോ, ഇത് മാറ്റി ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ അവിടെ ഒന്ന് ടച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ 2-3 ടച്ചിങ് ഉള്ളിൽ തന്നെ ഉണ്ട്, മറക്കണ്ട. ഞാനിങ്ങനെ പറഞ്ഞു പോകണമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാലേ, ഞാൻ മറന്നാലും നിൻ്റെ മനസ്സിലെങ്കിലും ഓർമ്മയുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വിചാരിക്കും ഇത് എന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതാണോ ഓരോന്ന് കഴിയുമ്പോൾ അടുത്ത് പറയണേന്ന്. ഇത് പറിക്കണ ബായ്, ഞാൻ പറിക്കണ അവനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബായിക്ക്. ഇത് പൊളിച്ച്, ഇത് കണ്ടില്ലേ, ഇത് നമ്മളിനി മാറ്റ് അടിക്കും. മാറ്റ് ബ്ലാക്ക് അടിച്ച് കഴിയുമ്പോൾ ഇതും പൊളിക്കും എന്ന് പറഞ്ഞാൽ അടിപൊളിയാവും എന്നാട്ടോ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് തല്ലിപ്പൊളിയാവും എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. കണ്ടോ, ഇപ്പോൾ ഇത് മാത്രം ഒരു അലമ്പ് ലുക്കിലല്ലേ നിൽക്കണേ. അത് ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറാവും ഗൈസ്. അപ്പോൾ ഇതിൽ മാറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ സംഭവം തീരും. കണ്ടോ, അതും കളഞ്ഞു കേട്ടോ. പിന്നെ ലിവറമ്മയുണ്ട്, അതുപോലെ ഇത് ഇട്ട് അത് അവസാനം എടുത്ത് കളയും. പിന്നെ ഇതിലൊക്കെ അടിക്കണമല്ലോ എൻ്റെ പൊന്നെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്തുട്ടാ നമ്മുടെ അടുത്ത പെയിൻ്റ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയുള്ള ടച്ചിങ്. പിന്നെ അതുപോലെ മറ്റേ സംഭവമില്ലേ, ലൈറ്റിൻ്റെ ക്ലാമ്പ് അടിക്കാണ്ട് പിന്നെ ബോഡിയിലുള്ള ടച്ചിങ്, അതല്ലേ ഉള്ളൂ. അതെ, പിന്നെ അതടിക്കണം അല്ലേ? ഓക്കെ ആയിക്കോട്ടെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എക്കോട് ഇതിലൊരു ഗ്രില്ല് ഉണ്ടാക്കേണ്ട കാര്യം മറ്റേ ബായിയോട് പറയാനായിട്ട് പറയട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നു പോയതാണ്. അതായത് നമ്മുടെ മുകളിൽ ഇത് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രില്ല്, പായ കയറ്റിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രില്ല്, അത് മറന്നു പോയി. ഇക്കയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കുന്ന ആളെയും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട്. അല്ലെങ്കിൽ പറഞ്ഞു പോയി സംഭവം. ഇവിടെ തിരക്ക് കാരണം ഇപ്പം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം തിരക്ക് കാരണം എല്ലായിടത്തേക്കും പണിത് എത്തണ്ടേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എത്ര വണ്ടികളാണ് കിടക്കണേ, എത്ര പണിക്കാരുണ്ടായി കഴിഞ്ഞാലും തീരില്ല എന്ന്. ഓരോ വണ്ടിയിൽ ഓരോ പണിക്കാർ വെച്ച് പണിയാൻ പറ്റില്ല എന്തായാലും, അതാണ് പ്രശ്നം. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സെറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രശ്നമാവുമേ.
വീണ്ടും എല്ലാ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വീണ്ടും അവനോട് അത് പെയിൻ്റ് അടിക്കുന്നു പറയേണ്ടതും വരും. നോക്കട്ടെ, എച്ചോടി ഉണ്ടെങ്കിൽ പറയാം. ഇക്ക, നമ്മുടെ ആ ഗ്രില്ലിൻ്റെ കാര്യം മറ്റേ ആളുടെ അടുത്ത് പറയണ്ടേ? മുകളിലത്തെ ക്യാബിൻ്റെ തൊട്ട് ബോഡിമേ കായിടാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റോ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് കയ്യോടെ അങ്ങോട്ട് അടിച്ചു പോകാം. ബ്ലാക്ക് അല്ല, ആ കളറ് സിൽവർ അല്ല, അതിന്മേ ബോഡി കളർ ഏതാ നിൽക്കണമെന്ന് അത് അടിച്ചു വിട്ടാൽ മതി. അത് ഭംഗി നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു അത് മറക്കണ്ടെന്ന് വെച്ചിട്ട് ഇക്കയും മറന്നു പോകണ്ടല്ലോ എന്ന് വെച്ചാൽ ഓർമ്മപ്പെടുത്തുക. ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകൊണ്ട് കുഴപ്പമുണ്ടോ? നമ്മുടെ ഹെഡ്ലൈറ്റ് അഴിച്ചെടുക്കാനായിട്ട് ശരിക്കും പാടുപെട്ടു കേട്ടോ. ഹെഡ്ലൈറ്റ് കുറേ കൊല്ലങ്ങളായിട്ട് ഇതൊന്നും തുടണ്ടാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫുള്ള് നെട്ട് ബോൾട്ട് അല്ലല്ലോ ഈ സൈസ്. നമ്മുടെ എന്താ പറയുക, സ്റ്റാർ ഫ്ലവർ സ്ക്രൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ചെറിയൊരു സാധനം വരെ അഴിച്ചെടുക്കാനായിട്ട് ശരിക്കും പാടുപെട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പാടുപെട്ടു. പിന്നെ കുറേ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടു, ഇതൊക്കെ കുറേ കട്ട് ചെയ്തു. ബോൾട്ടുകളൊക്കെ അങ്ങനെ കിട്ടാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ പൊളിച്ച് എടുത്തു കേട്ടോ. ഇപ്പോൾ സംഭവം ഇത് ഇനി ആയാലും ഉപയോഗിക്കാനൊക്കെ പറ്റും. നെറ്റ് ബോൾട്ട് ഇട്ടാൽ ഉപയോഗിച്ചുകൂടേക്കാ, കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ വേറെ പൊട്ടലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇതും അതെ, ഈ രണ്ടെണ്ണം ഉപയോഗിക്കാം. അതുപോലെ ഇൻഡിക്കേറ്ററും സാധനങ്ങളൊക്കെ ഇവിടെ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോഴെങ്കിലും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതൊക്കെ പൊട്ടി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി ഇരിക്കട്ടെ. പിന്നെ നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള DRL ഉള്ള ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഇത് ഹെഡ്ലൈറ്റ്, ഇത് രണ്ട് പീസാണ് കേട്ടോ. ഹെഡ്ലൈറ്റ് രണ്ടും സംഭവങ്ങൾ നമ്മുടെ പഴയ ബ്രാക്കറ്റ് വല്ല വൃത്തിയാക്കുക അങ്ങനെ വേണമൊക്കെ വേണ്ട അല്ലേ? പ്രശ്നമൊന്നുമില്ല, തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നില്ല, കാണുന്നതുമല്ല. പിന്നെ ബാക്കിൽ നിന്ന് ഓടിച്ചിട്ട് ഒരു പെയിന്റ് അടിക്കാനുള്ളതല്ലേ ബാലൻസ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇക്കാണെങ്കിൽ ഭയങ്കര പണിയിലാട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിറർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു, ഈ സൈഡും ഫിറ്റ് ചെയ്തു, അതുപോലെ നമ്മുടെ അപ്പുറത്തെ സൈഡും ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതിനൊരു കവർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ കവർ ഫിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റണം അല്ലേ ഹിക്ക? അതായത് ലേശം മേളിലേക്ക് പൊക്കണം. മേളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ അടുപ്പിച്ചും വെക്കണം. അപ്പോഴാണ് ഈ രണ്ടെണ്ണം ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. സംഭവം ഇതിനകത്തേക്ക് കയറണത് തന്നെയല്ല, വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പൈപ്പ് കാണാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ സംഭവം പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ്. ഈ മുകളിലത്തെ രണ്ട് പൈപ്പും കാണാത്ത രീതിയിൽ ഒരു ചെറിയ തകിടിൻ്റെ പീസ് വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ചെറിയ ഐഡിയ ഉണ്ട്. അത് പറ്റുമല്ലോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ക്യാബിൻ പൊക്കിയുണ്ട്. നമ്മൾ ക്യാബിൻ പൊക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ എൻജിൻ റൂമും കാര്യങ്ങളും ഇവിടെയൊക്കെ പാച്ച് ചെയ്തിട്ടുള്ള സ്ഥലമൊക്കെ നമുക്ക് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡൊക്കെ കൂടിയിട്ട് നമുക്ക് പെയിൻറ്റിങ്ങിൽ തീർന്നു പോവുകയും ചെയ്തു. ഒന്നും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല. ഈ വശമൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിവശമൊക്കെ ഫൈനലായിട്ട് ഒറ്റൊരു കോട്ട് ടച്ചിങ്ങിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അടിച്ച് എടുക്കാനുള്ള പരിപാടിയാണ്. അതോടൊപ്പം തന്നെ അവൻ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്പർ പ്ലേറ്റ് മഞ്ഞ അടിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ടൊക്കെ വേണ്ടേ? ഇതേ എന്നാ വെച്ച് നോക്കി, ഓക്കെ ആണോ? ഇത് അപ്പുറത്തെ അത് അപ്പുറത്തെ കണക്കാ. സൈഡ് മാറിപ്പോയി. എന്നാ ഇപ്പം സൈഡ് ശരിയായി, ഇപ്പം ശരിയായി. ഇനി വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റേണ്ടി വരുമോ? ഓക്കെ ആണോ? പക്ഷെ ഇതിന്റെ കട്ടിങ് ഇതെന്താ ഇവിടെ വന്നേക്കണേ? കട്ടിങ് കുറച്ചുകൂടി കേറിങ് വരും. അങ്ങനെ കട്ട് ചെയ്യാണ്ട് നിന്നല്ലേ? ഓക്കെ. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് ലെവലാവുള്ളൂ. പിന്നെ ചേട്ടന്മാർ ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റ് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഫിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ ഇപ്പോൾ മിറർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സംഭവങ്ങൾ. ഇനി വയറിങ് ഒക്കെ വീണ്ടും ചെയ്യാൻ. എന്താ പറയുക, നമ്മുടെ ലൈറ്റിന് സൈഡിലേക്കുള്ള നമ്മൾ ഇതുകൾ ഇട്ടുണ്ടല്ലോ, അതായത് ഇവിടെ ഇരുമ്പിൻ്റെ പീസുകൾ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട്. ആ സംഭവത്തിലൊക്കെ ഇനി ഇന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യണം. എന്നിട്ട് അതിനകത്തേക്കുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് ചെറിയ പണികൾ ഇനി ബാലൻസ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ കഴിഞ്ഞെങ്കിലും ഈ വക സംഭവങ്ങൾ എന്താ പറയുക ചെയ്ത് എടുക്കുമ്പോൾ തന്നെയാണ് ഭംഗിയാവുള്ളൂ. അപ്പോൾ അത് എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ നിവർത്തിയ സാധനമില്ലേ, ഇതിലൊക്കെ ഇത്തിരീശൊന്ന് പൊട്ടി തേച്ചിട്ടുണ്ട്, ഭംഗിയായിട്ടിരിക്കണമല്ലോ. അതല്ലെങ്കിൽ ആകെ പാണ്ടിൽ ചൂട്ടും പിടിച്ച പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാക്കി എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പിൽ ചെയ്യാനുള്ള സംഭവം. എനിക്കത് മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ഫുള്ള് കട്ട് ചെയ്ത് എടുക്കണം. നമ്മുടെ ഇത് ഡോംലൈറ്റ് മെറ്റാലിക് അടിച്ചപ്പോൾ തിളങ്ങും കേട്ടോ. ഇത് കണ്ടോ, വേറൊരു വെറൈറ്റി. അല്ലെങ്കിൽ ആ ബ്ലാക്ക് സെയിം വണ്ടിയും എല്ലാത്തിനും കാണാൻ അതേപോലെ തന്നെയായിരുന്നു. ഇത് നമ്മൾ അടിപൊളി. ഇത് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ എംബ്ലം മാസ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളൊരു ബ്ലാക്ക് മാറ്റിങ് കൊണ്ട് ഒട്ടിച്ചെടുത്തിട്ട് ബെൻസിൻ്റെ എംബ്ലാക്കും ഇതെന്ന്. അപ്പോൾ ഒരു അടിപൊളി ലുക്കിലാവും.
കട്ട് ചെയ്യാനുള്ള സംഭവം ബായി കട്ട് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇനി കട്ടിങ് ഇറങ്ങി പോകണം. പൈപ്പ് ഇതിലാണ് പോവുക. അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെയല്ല അല്ലേ, മോൾഡ് കറക്റ്റ് എല്ലാ വണ്ടിക്കും ഒരേപോലെ അല്ലേ? പല വണ്ടിക്ക് പല ടൈപ്പാ. അപ്പോൾ ചെറിയ വണ്ടിക്കുള്ള ഷേപ്പിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ നമുക്ക് രണ്ടാമത് ഇനിയിപ്പോൾ വലിയ വണ്ടിയുടെ ഷേപ്പിലേക്ക് കട്ട് ചെയ്യണം കേട്ടോ. എല്ലാ വണ്ടികൾക്കും ഈ സാധനം ഫിറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ ഗൈസ്, നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് എന്താ പറയുക, ഫൈബർ ചെയ്തെടുക്കാണ്ട് അല്ലേ? ഫൈബർ ചെയ്ത് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും. അല്ലെങ്കിൽ ഒരു ചെറിയ നമ്മൾ എയർ കട്ടിങ് ഇട്ട പോലെയാവും നിൽക്കും. അപ്പോൾ ഇത് എല്ലാ വണ്ടിക്കും സെയിം ആയതുകൊണ്ട് ചെറിയ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവും. നമ്മൾ ശരിയാക്കി എടുക്കണം. അപ്പോൾ എന്ത് ശരിയാക്കി ധൈര്യം എടുക്കാം? അല്ല, അങ്ങനെ പറയരുത്. വണ്ടിയുടെ എന്തും ചെയ്യും. അതിന് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന് മുന്നേ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കി ഇട്ടോന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ബാറ്ററി നല്ല കണ്ടീഷനാണ്, ക്ലീനാണ്. പിന്നെ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ വിടിച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ വിടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബാറ്ററിയുടെ ചാർജ് ഇറങ്ങി പോവില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും ചെറിയ എവിടെയെങ്കിലും ലൈനിൽ ലീക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ എപ്പോഴും വണ്ടി കുറേ നാളത്തേക്കായിട്ട് നമ്മൾ നിർത്തിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ വിടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിലവിൽ നമ്മളുടെ ഇങ്ങനെയുള്ള ഹെഡ്ലൈറ്റാണ് മാറ്റി നമ്മൾ അതേപോലത്തെ ആക്കിയിട്ടുള്ളത്. എല്ലാം ചെറിയ മാറ്റങ്ങൾ മാറ്റുമ്പോൾ എന്തോ ഒരു പൈസ പോണെന്നുള്ളത് അറിയില്ല. അതേപോലെ ഈ ഒരു സംഭവം ഇതിൻ്റെ വിലയാണ് നമ്മൾ കേട്ട 270 രൂപ എന്നുള്ള സംഭവം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എയർ കയറ്റണം. കുറേ ദിവസമായില്ല ഇങ്ങനെ കിടക്കണം. അപ്പോൾ എയർ ഇറങ്ങിപ്പോയിണ്ടാവും. ഇനിയിപ്പോൾ എയർ കയറ്റാൻ വേണ്ടിയിട്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സീറ്റൊന്നുമില്ല, അതിൽ അതിൻ്റെ ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കണത്. ഇത്ര അടുപ്പിച്ചിട്ട കാരണം ഇവിടെ ഇവർക്കിടുന്ന ഹെഡ്ലൈറ്റിൻ്റെ പണിയായാലും ചെയ്യാൻ പറ്റണില്ല. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഫ്രണ്ടിലത്തെ കാര്യം ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടാണ് ഇത്ര തൊട്ടടുത്ത് കിടക്കണതുകൊണ്ട്. പിന്നെ ആണെങ്കിൽ ഇറക്കി അധികം ഇടാനും പറ്റില്ല. കാരണം ഈ കണ്ട വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ സമയത്ത് ഫുള്ള് വണ്ടിയുമേ തട്ടും മുട്ടും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും കയറ്റി ഇട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ടിലത്തെ സാധനയുടെയും ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ ഗുമ്മ അറിയാട്ടോ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ലുക്ക് നിലവിൽ. കണ്ട ഇത്ര ഇറക്കിയിടേണ്ട ആവശ്യം ഉണ്ടാണോ ഗായ്സ്? നമ്മുടെ ചേട്ടൻ്റെ നമ്മളുടെ കമ്പ്യൂട്ടറിലിട്ടിട്ട് നമ്പർ പ്ലേറ്റ് ഡിസൈൻ ചെയ്തു. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് പെയിൻറ്റിൽ അടിക്കാനായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കണം. അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് ഹോൺ എന്നുള്ള സംഭവം കട്ട് ചെയ്തിട്ട് അത് ഒട്ടിക്കണം. പിന്നെ ഭാരത് ബെൻസ്, അത് കൂടാണ്ട് മുത്ത്. പിന്നെ നമ്മൾ എഴുതാറുള്ള ചെറുതായിട്ട് തോപ്പിൽ നിന്നും ദൈവമേന്ന് എഴുതാറുണ്ട്. പക്ഷെ ഇതൊക്കെ എഴുതുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറയണ മറ്റേ വെഹിക്കിൾ അങ്ങനെ പിടിച്ചോണ്ട് പോയാലോ ഒന്നുമില്ലേ, സമ്മതിക്കാണ്ട് വരും അല്ലേ, പൊളിപ്പിക്കും ചിലപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ പൊളിക്കാൻ പറഞ്ഞാൽ നമുക്ക് പൊളിച്ചു കളയാം, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ കുഴപ്പമില്ല, ഓവറാക്കണില്ല. അപ്പോൾ സ്റ്റിക്കർ ഫ്രണ്ടിലേക്കുള്ള ഒരു മുത്തെന്നുള്ള സ്റ്റിക്കർ ബാക്കിലേക്ക് നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറുകൾ ഇനി മറ്റേ ഗോൾഡനിൽ കട്ട് ചെയ്യണത്, ഗോൾഡൻ അല്ല എന്താ സിൽവർ, മറ്റേ സിൽവർ ടൈപ്പിൽ കട്ട് ചെയ്യണ സാധനം മേടിച്ചിട്ട് വന്നിട്ട് വേണം ഇക്കോടൊന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ സ്റ്റിക്കറും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ എല്ലാം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒട്ടിക്കാൻ പോകണ എവിടെയാണ്? വിൻഷീൽഡ് ആണോ? വിൻഷീൽഡുമേ വിൻഷീൽഡുമേലാണ് കേട്ടോ ഫസ്റ്റ് ഒട്ടിക്കാൻ പോണത്. നമ്മുടെ ഇതുമേ നമ്മൾ മറ്റേ എന്താ പറയുക, മുത്ത് എന്ന് പറഞ്ഞൊരു ചെറിയ എഴുത്ത് മാത്രം അതാണ് ചെയ്യണുള്ളൂ. നമ്മുടെ ഗ്രില്ല് ഫിറ്റ് ചെയ്തല്ലോ, കണ്ട ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഗ്രില്ലും സാധനങ്ങൾ ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ചേട്ടൻ ഈ ഒരു ലൈറ്റ് LED ഈ ഒരു സംഭവം അത് ഇതിനകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാണ്. അതോടൊപ്പം തന്നെ ബാക്കിൽ നമ്മുടെ പെയിൻറ്റിങ് ചേട്ടൻ ബാക്കിൽ എന്തോ ചെയ്യണ്ടായിരുന്നല്ലോ, എന്നിട്ട് മാസ്ക് ചെയ്യായിരുന്നോ? മാസ്കിങ് പരിപാടി നമ്മൾ ഇതടിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഗൈസ് ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ഇവിടെ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിലൊരു ചെറുതായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അതുകൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷേപ്പ് അതല്ല, ഷേപ്പ് വേറൊരു ഷേപ്പാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അങ്ങനെ ചെറിയ പരിപാടി ഉണ്ട്, അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഹെഡ്ലൈറ്റ് മാറ്റി വെച്ചിട്ടോ. ഹെഡ്ലൈറ്റ് മാറ്റി വെച്ചപ്പോൾ തന്നെ ആദ്യം ലുക്കായി എന്ന് പറയുള്ളൂ. ഈ ഹെഡ്ലൈറ്റൊക്കെയാണ് വണ്ടിയുടെ ഏറ്റവും വലിയ ഭംഗിയിൽ വരുന്ന സാധനം. അതൊക്കെ പുത്തം വരുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരു അടാറ് ലുക്കായിട്ടാണ്. ഇപ്പോൾ ആ സാധനം സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ എന്നിട്ട് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിറർ ഉണ്ടല്ലോ, മിററിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ പോയിട്ടുണ്ട്. കാരണം
മിററിൻ്റെ നമ്മളുടെ ആ സംഭവത്തിന് പകരം വേറെ വെക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് അടിച്ചാൽ മാത്രം മതിയല്ലോ. അതാണ് ചെയ്യാറുള്ളൂ. ചേട്ടൻ ഇത് പിടിക്കണ്ടേ? ഇത് പിടിക്കണ്ടേ? പിടിച്ചു. ഈശോ, എൻ്റെ കയ്യിലിപ്പോൾ ഇതായിരുന്നു. നിലത്ത് വീഴുമോ? ഇല്ല. അപ്പോൾ ഈ ബായി ഇരിക്കണോണ്ട് ചേട്ടന് പറ്റുമോ? ഞാൻ വരുന്നത് എന്തിനാ? പിടിക്കണോ? പറയാനാണോ? എവിടെ വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാ? സൈഡില്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയാണോ? മിഡിലാണ് വരിക? അല്ലാണ്ട് ഇങ്ങനെ കയറി വരില്ല അല്ലേ? അല്ല, അതിനകത്തേക്ക് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റൗണ്ട് ഇട്ടിട്ട് ലേശം ഇങ്ങോട്ട് വന്ന് അല്ലല്ലേ ഭംഗി ഉണ്ടാവുക? വൃത്തികേടാവോ? പക്ഷെ മറ്റൊരു സെന്ററിലും അല്ല നടുവിലും അല്ലാത്ത ഒരു സൈഡാണ് കിട്ടേണ്ടത് ശരിക്കും ഭംഗിക്ക്. എൻ്റെ അനുസരിച്ച് സൈഡിലായിരുന്നു. അല്ല ചേട്ടാ, ആ എഴുത്തിൻ്റെ ഞാൻ ചോദിക്കുന്നത് ആ സ്ക്രൂ അല്ലേ ചേട്ടൻ കുഴപ്പം പറയണേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ ലെറ്ററിങ് വരുന്ന സമയത്ത് സ്ക്രൂ അത് തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? അതുകൊണ്ട് കുഴപ്പമില്ല. മതി. മതി. വെച്ചോ. പുഷിക്കോ. മറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്ററിലേക്ക് പോകുമ്പോ അതിന്റെ ഒരു ഗുമ്മ് പോവാന്ന് പറയില്ലേ? പക്ഷെ സാധാരണ വേണ്ട. സാധാരണ കളി നമ്മളില്ല. നമ്മളെല്ലാം വ്യത്യസ്ത. ഇത് നമ്മൾ എപ്പോഴും വ്യത്യസ്തരാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ കളിയല്ല കളിക്കണത്. അപ്പൊ ഒരു വ്യത്യസ്തമായുള്ള ലുക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ MUTH. പക്ഷെ ഇതിന്റെ ഉള്ളില് ഇത് എന്താ പറയാ, ഉള്ളിലുള്ള സംഭവം അതിനെന്താ ചേട്ടാ പറയാ? ബേസ്. ഇനി ഇതിന്റെ മുകളിൽ ചുമപ്പ് വരും കേട്ടോ. കണ്ട ശരിക്കും ഇങ്ങനെ വരണം. അല്ലെങ്കിൽ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഗുമ്മുണ്ടായില്ല. ഇത് തന്നെ സൂപ്പർ. ഇത്ര വരാൻ പാടുള്ളൂ. എവിടെ? റെഡ്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അടുത്ത സ്റ്റിക്കർ പിടിക്കാൻ പോവാണ്. എവിടെ പിടിക്കണം? ഏതിന്റെ പിടിക്കണം? പിടിച്ചു. ഇത് ഇതിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ചേട്ടൻ്റെ കയ്യിൽ ഒരു കൂൾ ഫിലിം ഉണ്ട്. അതിൻ്റെ സ്റ്റിക്കർ കുറച്ച് പടം ലേശം കളയും, അതായത് പശ ലേശം കളയും അല്ലേ? എന്നിട്ട് ഇതിലേക്ക് പകർത്തും ആ സാധനം. എന്നിട്ട് അത് ഇതിപ്പുറത്തേലേക്ക് പകർത്തും. അങ്ങനെയാണ് കേട്ടോ സാധനം. ഇതൊന്നും ട്രിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ. ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ കേട്ട ആൾക്കാരൊക്കെ ഇത് മറക്കണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ചേട്ടാ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല എന്ന് പറഞ്ഞേ. അതെ, കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് വേണ്ടേ. അപ്പോൾ അടിയിലൊരു എന്താ പറയുക, ഷെയ്ഡ് നിൽക്കണ പോലെ ആ വൈറ്റ് എന്ന് പറഞ്ഞ് മൊത്തം നിൽക്കും. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് M എന്നുള്ളത് നമ്മൾ റെഡും ബാക്കിയൊക്കെ വൈറ്റുമാണ്. പക്ഷെ അത് വേണ്ട, ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കട്ടെ. ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. മുത്തെന്നുള്ള ലെറ്റർ കേട്ടോ. ഓക്കെ. സ്ലോ മോഷൻ തന്നെയായി. അപ്പോൾ സംഭവം നമ്മുടെ മുത്ത് ഈ പ്രാവശ്യം ചെറുതായിട്ട് ഇങ്ങനെയുള്ള ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുത്തു. സാധാരണ വിട്ടത് ലേശം വ്യത്യാസമുണ്ട് ഈ പ്രാവശ്യം. ഞങ്ങളുടെ ലെറ്ററിങ് ഇങ്ങനെയല്ലായിരുന്നു. പക്ഷേ പിന്നെ ഇതൊരു എറണാകുളം സ്റ്റൈലായിക്കോട്ടെ, ചേട്ടൻ്റെ സ്പെഷ്യൽ സ്റ്റൈലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കലക്കി. അപ്പോൾ ഫ്രണ്ടിൽ ഇത്രേ ഉള്ളൂ സ്റ്റിക്കർ എന്ന് പറഞ്ഞാട്ടാ. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വലുതാക്കി എഴുതാനാണ് ഉദ്ദേശിച്ചത്. അതിപ്പോൾ വേണ്ടെന്ന് വെച്ചു അല്ലേ. പിന്നെ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യാം. എല്ലാ സ്റ്റിക്കറും കൂടി ഒരുമിച്ച് അടിച്ച് വണ്ടി കൊളാക്കാൻ നിൽക്കണ്ട. ഇവിടെ സ്റ്റിക്കർ അടിക്കാൻ നിന്നപ്പോൾ ബായിയുടെ പണിയാണ് തടസ്സപ്പെട്ടത്. ബായി ഇതേ അവിടെ കട്ടിങ് ഒക്കെ മുടങ്ങിയിട്ട് നിൽക്കണത്. ബായി ഇനി കട്ട് ചെയ്തോ, ഒന്നും നോക്കണ്ട. പൊരിച്ചോ? പൊരിച്ചോന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ. കുച്ചനെ ബാക്കിൽ ഇനി നമ്മുടെ കുറച്ച് പരിപാടി ഉണ്ട്. ബാക്കിലുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒട്ടിക്കാറുള്ള സൗണ്ട് ഹോൺ എന്നുള്ള സാധനം നമുക്ക് ഇതേ ബാക്കിലേക്ക് ഉള്ളത് ഒന്ന് വരുന്നത് ഇവിടെ, പിന്നെ ഒന്ന് വരുന്നത് ഇവിടെ അല്ലേ. ബാക്കിലത്തെ ഇതുമ്പോൾ നമ്മൾ വലുതാക്കിയിട്ട് മുത്തുന്ന എഴുതാനാണ് ഉദ്ദേശിക്കണേ. ദൈവമേ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെയിൻറ്റിങ് കഴിഞ്ഞ് ഇതിൽ കൊടുത്താലും മതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ദേ പോണു. ദൈവമേ, പറന്നു പോയില്ലോ. ദൈവമേനെ പിടിച്ചോ. സെൻറ്റർ കളി ഇല്ല ചേട്ടാ. ഒരു കാര്യം, ഭാരത് പെൻസിൽ നിന്ന് തുടങ്ങും. പിടിച്ചു. ഭാരത് പെൻസ് വരട്ടെ ഫസ്റ്റ്. ഭാരത് പെൻസിന് നമ്മളുടെ ലെറ്ററിങ്ങിന് ഔട്ടർ ഇടണം കേട്ടോ ശരിക്കും. എന്നാലും ആ കള്ളിയുടെ ഉള്ളിൽ തെളിഞ്ഞ് നിൽക്കണ പോലെ തോന്നുള്ളൂ. വേണ്ട, പാടില്ല. ചേട്ടൻ എന്ത് പറയണം അത് തന്നെ. എന്നാ വേണ്ട, എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല. ഇന്നത് വേണമെന്ന് അത് കളയാൻ പാടില്ല. എന്നാ വേണ്ട. സ്റ്റാൻഡേർഡ് കളയണ ഒരു കാര്യം ചെയ്തു പോരുത്. ഒക്കെ സ്റ്റാൻഡേർഡിൽ തന്നെ ആയിക്കോട്ടെ, ഒന്നും നോക്കണ്ട. ശരിക്കും നമ്മൾ സ്റ്റീലിലടിക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. സ്റ്റീലിൻ്റെ ലെറ്ററിങ് വരുമായിരുന്നു കറക്റ്റായിട്ട്. പക്ഷേ ആ സ്റ്റിക്കർ കഴിഞ്ഞു പോയി. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ വൈറ്റിലാണ് പടയ്ക്കുന്നത്. അപ്പോൾ വൈറ്റിലായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബാക്കിലല്ലേ, അപ്പോൾ അത്രയ്ക്കുള്ളൊരു ലേശൊന്നും ഗുമ്മ് കുറയും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ മതിയെന്നാണ് ചേട്ടൻ പറയണത്. ഏതാ ഗുമ്മിന് കുറവ് വരില്ല.
ആ എന്നാൽ കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോ. ചേട്ടനൊക്കെ അടിപൊളിയാക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2 ബെൻസിൻ്റെ വലിയ എമ്പളം ഞാൻ അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാപ്പുമ്മേ. ഒട്ടില്ലല്ലോ അതുമേ, ആ ഇങ്ങനെ മറ്റേ ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് അല്ലേ? പോരും. അത് വേണ്ട 2 ദിവസം കഴിഞ്ഞ് പോകണം. ഒരു കേസ് നമ്മൾ അറ്റൻഡ് ചെയ്യണില്ല കേട്ടാ. ഭാരത് ബെൻസ് ഒട്ടിക്കുകയാണ് വേണ്ട. സാധാരണ ഈ ഷീൽഡ് മേടിക്കാൻ കിട്ടും, എന്നിട്ട് റിവിറ്റ് അടിക്കാൻ പറ്റും. 1000 റുപ്യ കണ്ടുള്ളൂ. അതെങ്കിലും ചെയ്യാമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായേനെ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഭാരത് ബെൻസ് അമ്മ അല്ല. പിന്നെ ഭാരത് ബെൻസ് കഴിഞ്ഞു. ഇനി എന്തിട്ട് അടുത്തത് തൊപ്പിൽ അല്ലേ? ചേട്ടൻ പറയുന്നത് ഇതിനൊന്നും ഔട്ടർ വേണ്ട, അല്ലാണ്ട് തന്നെ ബെസ്റ്റാന്ന് പറയണേ. എന്നാ ശരി തന്നെ. ഏത് ഔട്ടർ? ആ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ, ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാക്കണ പോലെ, അല്ലാണ്ട് മറ്റേ ഔട്ടർ അല്ല. ഏയ് അത് വേണ്ട, കളർ ചേഞ്ചിന്റെ ആവശ്യമില്ല. ആ അപ്പം ഇങ്ങനെ തന്നെ ആവട്ടെ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പ്രശ്നമുള്ള കേസല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ തോപ്പിൽ നിന്ന് നമ്മൾ ഒട്ടിക്കാറുള്ള സംഭവം ആയിട്ടുണ്ട്. ഇനി ചേട്ടൻ അത് പകർത്തി അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. അത് വേണ്ട കേട്ടോ, സ്റ്റഡി മതി. അത്ര വേണ്ട, ലേശം താഴ്ചയ്ക്ക് ഇറക്കുക. കുറച്ചുകൂടി താഴ്ചയ്ക്ക് ഇറക്കല്ലേ? അതിൽ മതി. അത് നോട്ടെ ഒരു മിനിറ്റ്, ഒരു പൊടിക്കടിയും കയറ്റി. അതായത് ഈ ഒരു പീസിൽ ചേട്ടാ, ഇത് ഇവിടുന്ന് ഈ പീസ് അങ്ങനെ. ഇതൊന്നും ഞാൻ പറഞ്ഞ കേസല്ല കേട്ടാ, ഇതൊക്കെ ഐഡിയ വെച്ചിട്ട് പൊരിക്കേണ്ടതാ. മോശാക്കി. ഇത് തന്നെയായിരുന്നു ചേട്ടൻ ഉദ്ദേശിച്ച സാധനം? ഇത് തന്നെയായിരുന്നു ചേട്ടൻ ഉദ്ദേശിച്ചത്? അപ്പൊ നമ്മുടെ രണ്ടുപേരും ഐഡിയ സെയിം ആയില്ലേ? ചേട്ടൻ ഇങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ ശരിച്ചു വേണ്ട, ശരിച്ച ത്രില്ല് പോയി മനസ്സിലാവുള്ളൂ എന്നല്ലേ? ഓ തോപ്പിൽ. അപ്പം അങ്ങനെ അതുമായി കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ സൗണ്ട് ഹോൺ ദൈവമേ എന്നുള്ളത് നമുക്ക് ഏറ്റവും കഴിഞ്ഞിട്ട് ഇത് മടിച്ചാൽ മതി കേട്ടോ. ഈ പൈപ്പും കഴിഞ്ഞതിന് ശേഷം ഈ പൈപ്പ് മടിച്ചോളാം. അത് മതി. ഇനി നമ്മുടെ സൗണ്ട് ഹോൺ ആദ്യം ബേസ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ റെഡ് അങ്ങനെയുണ്ടോ? 2 സംഭവം ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഈ ഒട്ടിച്ചിട്ടുള്ള പോലെ തന്നെ വൈറ്റ് ഒട്ടിക്കും. വൈറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ റെഡ് ഒട്ടിക്കും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് ഹോൺ ആദ്യം അടിച്ചു. സൗണ്ട് ഇത് കഴിഞ്ഞടിക്കും. അതും കഴിഞ്ഞു. പൊരിക്കണ്ട്. ഇനി സൗണ്ട് ഇപ്പുറത്ത് ഇതേ സ്പോട്ടിൽ. ഇനി അടുത്തായി നമ്മുടെ റെഡ് പൂശാണ് കേട്ടോ. റെഡ് ഇനി അതിൻ്റെ ഉള്ളിൽ നിൽക്കാവുന്ന രീതിയിലാണ് റെഡ്. കണ്ണിങ് ആവണം. ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ടറൊക്കെ ഇന്നറായി പോകും അല്ലേ? അമ്മ സൂപ്പർ, അടിപൊളി. അതും കഴിഞ്ഞു. ചേട്ടാ സ്ലോ മോഷനിൽ കീറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴേക്കും കീറി കഴിഞ്ഞു. ചേട്ടാ എന്തായാലും ഇത്ര ചെയ്തതല്ലേ, ഒരു ഔട്ടർ കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഒരു 2 ഇഞ്ചിൻ്റെ അല്ല 2 ഇഞ്ചല്ല, ഒരു ഇഞ്ചിൻ്റെ ഒരു സംഭവം കൊണ്ട് ഇതിലൊരു ബോക്സ് അടിച്ചാൽ എനിക്കൊരു മാനസിക സംതൃപ്തി. 2 ബോക്സിൻ്റെ ഉള്ളിൽ നിൽക്കണ പോലെ 1 ഇഞ്ചിൻ്റെ മതി. ലൈൻ തീരെ ചെറിയ ലൈൻ വേണ്ടെന്ന് വെച്ചിട്ടാ. അതെന്താ കേസ് അറിയോ? ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ഇത്രയധികം സ്പേസ് ഉള്ളതുകൊണ്ട് ചെറിയ ലൈന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ ഭംഗി കുറവും. എന്നാൽ 1 ഇഞ്ച് വേണ്ട, ഒരു 1/2 ഇഞ്ചെങ്കിലും കൊടുക്ക്. അതും വേണ്ടേ? ആണോ? അത്ര മതി അല്ലേ? അന്ന് എങ്ങനെയാ വെച്ചാൽ ചേട്ടൻ്റെ ഐഡിയ പോലെ ചെയ്യും. എനിക്കാണെങ്കിൽ ലേശം വലിപ്പം കൂടി കഴിഞ്ഞാൽ നല്ലതെന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ലൈൻ ഇടാം നമുക്ക്. ലൈൻ ചേട്ടാ തീരെ ചെറുതാക്കണ്ടെന്നേ, ഒരു ചെറിയൊരു വലിപ്പം ഉണ്ടായിക്കോട്ടെ. 1/2 ഇഞ്ച്. താല്പര്യമില്ല ചെയ്യാനായിട്ട്.
ചെറിയ ലൈനാണ് ഇട്ടുതരാം, പക്കിരിങ്ങാണ്. യെല്ലോ കളർ റെഡ് കളർ ഇതിൽ കളർ ഇട്ടുതരാം. അല്ലാതെ നമ്മൾ അര ഇഞ്ച് മറ്റേ വലിയ ലൈൻ ഇട്ടതിന് ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അത് ചേട്ടൻ്റെ ഐഡിയയിൽ ഒരു ഇതിട്. ഇത് ഈ ഒരു ഇതിലായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ഭാരത് ബെൻസ് എന്ന് എഴുതിയിട്ടുള്ള ഇതുണ്ടല്ലോ, അത് അങ്ങനെ ഇതിൻ്റെ അതുപോലെ തന്നെ അങ്ങനെ കേട്ടോ. അപ്പം എന്നാൽ പടക്കി ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. ബാക്കി നോക്കുമ്പോഴേ എഴുത്ത് ഒന്നുമില്ലാണ്ട് വെറുതെ ഒരു എഴുതി വെച്ച പോലത്തെ ഒരു ഫീൽ പാടില്ല. അത് എന്തിനെങ്കിലും കട്ടയുടെ ഉള്ള ബോക്സിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു എഴുതണതിനൊരു ഭംഗി ഉണ്ടാവും എന്ന് പറയില്ലേ. അപ്പോൾ നിൽക്കട്ടെ, ഭംഗിയായിട്ട് നിൽക്കട്ടെ. അത് ബോക്സിൻ്റെ ഉള്ളിൽ കൊടുക്കാം. പിന്നെ അതേ നമ്മൾ 4 കള്ളിയുമ്പോൾ MUTH എന്ന് 1, 1, 2, 3, 4 അങ്ങനെ എഴുതാമെന്ന് വിചാരിക്കുന്നത്. അത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടെസ്റ്റിന് സ്റ്റിക്കറുകളൊക്കെ ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ പൊളിച്ച് കളയുമെന്ന് പറയുന്നുണ്ട്. ഇക കണ്ടോ അവിടെ സ്റ്റിക്കർ അടിച്ചു കേട്ടോ. മറ്റേ സംഭവം മുകളിലത്തെ ആലമ്പായിക്ക് കൊടുത്തോ, പണി കൊടുത്തോ, ഒന്നും നോക്കണ്ട. भैया उधर एक गाड़ी है उसका सेम है. സെയിം ബാ ആവും. ഈ കിടക്കണ വണ്ടിക്ക് സംഭവം ചെയ്തിട്ടുണ്ട്, അത് കാരണം പ്രശ്നമില്ല. കണ്ട ഭായി, അത് തന്നെ സാരം അതേപോലെ മതി. 8 ഇഞ്ച് കറക്റ്റ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ സെയിം അളവും കാര്യങ്ങളും അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇതേപോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. കിतना 19 ടീക്ക് ഓക്കെ. അപ്പോൾ കാര്യം വണ്ടി കിടന്ന കാരണം ഇനി വേറെ പറഞ്ഞ് വയ്യാണ്ടാവേണ്ട ആവശ്യം വന്നില്ല. അടിയിൽ നിന്ന് മുകളിൽ നിന്നുള്ളത് നമ്മുടെ വണ്ടിക്ക് ഇതേപോലെ തന്നെയാണോ പെട്ടിയുടെ സംഭവം എന്നുള്ളത് നോക്കട്ടെ. പെട്ടിയുടെ ഇതേ സെയിം ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. भैया ओ कैबिन है ना, कैबिन से कितने इंच गैप है? डिस्टेंस 3.5. അപ്പോൾ അത് ഗ്യാപ്പ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ക്യോങ്കി ना ഇത് നമ്മൾ അത് തന്നെ ഗോലിനൊക്കെ ടൈം പ്രോബ്ലം കറക്റ്റ് ഐസ കയറും. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വീതി ഇതിൻ്റെ അളവ് എങ്ങനെയായാലും കുഴപ്പമില്ല. ക്യാബിനായിട്ടുള്ള ടച്ചിങ് നമ്മൾ ലോങ്ങിൽ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാബിൻ തുറക്കാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ആ വണ്ടിയുമുള്ള കാരണം പ്രത്യേകിച്ച് ഒന്നും മാറാനില്ല. അതിൻ്റെ സെയിം അളവെടുത്ത് അതായത് ക്യാബിനിൽ നിന്ന് 3 ഇഞ്ച് മാറിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാവും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളെ പൂശാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടച്ച് ചെയ്യാനുള്ളത് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. അതെ. പിന്നെ നമുക്ക് കമത്ത് മിറർ കിട്ടിയില്ല. എന്താണൊരു അതിനൊരു പണി പ്രതീക്ഷ ഒരു പരിപാടിയാണ്. നാളെ രാവിലെ വരുമ്പോൾ എനിക്ക് മിററിന്റെ ആ പൊട്ടിയ മിറർ കൊണ്ടുവരും. അത് കൊണ്ടുവരാം മതി. ഞാൻ അത് അഴിച്ചിട്ട് ഞാൻ മറ്റേ ആയിക്കോട്ടെ. ആ മിറർ മാത്രമാണ് നമ്മുടെ ആശയമായിട്ടുള്ളൂ. അതായത് അത് പൊട്ടിയിട്ട് അതിലൊന്നും കാണാനില്ലാണ്ടായ വേണ്ട. അപ്പോൾ അത് കൊണ്ടുവരാം. നമുക്ക് ആ സ്റ്റാൻഡ് മാത്രം ആയിക്കോട്ടെ, അത് നാളെ എടുത്ത് കൊണ്ടുവരാം. പിന്നെ എൻ്റെ വണ്ടിയിൽ മറ്റുള്ള സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, ക്യാമറ, സ്പീക്കർ, സംഭവങ്ങൾ, അഖിലിന് വേണ്ട സാധനങ്ങൾ അതൊക്കെ എടുത്ത് വെക്കാം. നാളെ ഇനി ഞാൻ നേരെ വൈകുകയാണെങ്കിൽ എന്നെ പണി പാളാൻ നിൽക്കണ്ട. ആയിക്കോട്ടെ. ഇതിപ്പോ മഞ്ഞടിച്ചു കഴിഞ്ഞിട്ട് അതിന് വേറെ ഇത് ഒട്ടിച്ചോ? ഏത് മഞ്ഞ പൊടിച്ചു കളയൂന്നല്ലേ? അപ്പൊ ഇത് ഗ്യാപ്പാണ് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റിക്കർ അടിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം നമ്മൾ എടുക്കുക, അതിന് പകരം നേരെ തിരിച്ചമർച്ചാക്കി എന്നിട്ട് പെയിന്റ് അതിൻ്റെ ഉള്ളിൽ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി. മനസ്സിലായി? ശരിയാ. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു അറിയിക്കാം? ഇതേപോലെ പഴയ കാലത്ത് എങ്ങനെയാണെന്ന് അറിയിക്കാം? ഈ ഞാൻ നമ്മുടെ പഴയ ജീപ്പുള്ള കാലത്തൊക്കെ കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഇത് പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് കൈ കൊണ്ടല്ലേ കട്ടിങ്, അല്ലാണ്ട് ഈ മെഷീനിൽ കമ്പ്യൂട്ടർ കട്ടിങ് ഒന്നുമില്ല. അപ്പോൾ ഓരോ അക്ഷരങ്ങളുണ്ടല്ലോ അവിടെ കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഓരോ അക്ഷരങ്ങൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് സ്പ്രേ പെയിന്റ് അടിക്കും. അങ്ങനെ അപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഓരോ അക്ഷരത്തിന് ഓരോന്ന് ഉണ്ടാക്കുക. അങ്ങനെയായിരുന്നു എന്ന്. കയ്യിൽ നിന്ന് പോയി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. പുള്ളി പറയണ വേറെ കാര്യം, ഞാൻ പറയണ വേറെ കാര്യം. സ്റ്റിക്കർ ഒട്ടിക്കില്ല. അല്ലല്ലല്ല, പണ്ട് സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടായില്ല, കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കൈ കൊണ്ട് കട്ട് ചെയ്തിട്ട് അത് എന്തിലാന്നറിയോ? എന്തിലും സ്റ്റിക്കർ അല്ല ചേട്ടാ, സ്റ്റിക്കർ അല്ലാന്ന് കട്ട് ചെയ്യണേ. ഞാൻ പറയണതേ കട്ട് ചെയ്യണത് നമ്മുടെ കടലാസില്ലേ, കടലാസിൽ ഓരോ അക്ഷരങ്ങൾ കട്ട് ചെയ്ത് വെക്കും.
എന്നിട്ട് ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ അടിക്കുന്ന പറയണത്. പുള്ളി പകുതി കേട്ടില്ലേക്ക, അതാണ് ഉണ്ടായത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇപ്പൊ നമ്മൾ തമ്മിൽ കറക്റ്റ് ആയില്ലേ? നമ്മുടെ ലൈൻ ഇടണം കേട്ടോ, 1 ഇഞ്ച് മറക്കണ്ട. ഇക്ക ആള് 1 ഇഞ്ച് ലൈൻ ഇട്ട് തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാശിയില്ല. ഞാനാണെങ്കിൽ 1 ഇഞ്ചിന്റെ പിന്നാലെയാ, ഇക്കാണെങ്കിൽ ഫോണിലും. 1 ഇഞ്ച് ഇടില്ലാന്ന് പറയാ. ഏതാന്ന് മനസ്സിലായോ? ഇക്കടെ അഭിപ്രായം ചോദിക്കട്ടെ. പുള്ളി പറ്റില്ല എന്നാ പറയണത്. പുള്ളി സമ്മതിക്കണില്ല. പുള്ളി പറയണ അത് ചെയ്താ വൃത്തികേടായി. അതായത് ഇതിപ്പോ ഇങ്ങനെ ഒരു വള്ളി പൊട്ടിയാണ് നിക്കണേ ഈ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഈ ഭാരത് പെൻസിൽ നമ്മൾ എഴുതിയിട്ടില്ലേ, ഇതിനൊരു കള്ളി കൊടുക്കുക, ബോർഡർ കൊടുക്കുക. ഇതേ സെയിം അളവില് അതേപോലെ ഇതിനും ഒരു ബോർഡർ കൊടുക്കുക. അപ്പൊ ആള് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ വള്ളിയും കൊണ്ട് ഇടാന്ന്. അപ്പൊ ഞാൻ പറയണത് വലിയ വള്ളിയും കൊണ്ട് ഇടാൻ, അതായത് വീതി കൂട്ടിയിടുക. അതായത് ഇത്ര ഏരിയ ഉണ്ടല്ലോ. അപ്പൊ പുള്ളി പറയാൻ പറ്റില്ല. എന്താ ചെയ്യണ്ടേ? ഏയ് അത് മുഴുവൻ ഉത്തരവാദിത്തം അങ്ങനെയാണെങ്കിൽ ഇക്കയ്ക്കാണ്, അല്ലാണ്ട് അത് ചേട്ടനല്ല. ധൈര്യമായിട്ട് പഠിച്ചോ. ബെൻഡാവില്ല. അതെ, ചെറിയ പള്ളിയാണെങ്കിലും ബെൻഡാവുള്ളൂ അല്ലേ? ചേട്ടന് വളയ്ക്കാൻ അറിയൂല. ആൾക്ക് പെട്ടെന്ന് ഓടിയിട്ടാന്നാലും അല്ല, സാധാരണ ഓടില്ല. കാര്യം മനസ്സിലായി. അപ്പൊ എന്നാ ആ വളയ്ക്കാനുള്ള സാധനം എടുത്തോണ്ട് വാ, ചെല്ല്. നമ്മുടെ ഒരു സൈഡിൽ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്തു കേട്ടോ. BS6 സാധനം. അടുത്ത സാധനം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ വെച്ചേക്കണു. അതേപോലെ നേരത്തെ ബായി ആ കട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ലൈറ്റും ഫിറ്റ് ചെയ്തു കേട്ടോ. ഓരോ സംഭവം ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ റിലേയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോണിൻ്റെ. പിന്നെ അടുത്ത പണി ചെയ്യണേക്കാളും മുന്നേ അവർ ചായ കുടിക്കാനായിട്ട് പോയി ഗായ്സ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആലമ്പായി വണ്ടിയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. നേരെ നമ്മളുടെ പറഞ്ഞിട്ടുള്ള സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയോ സാധനം കട്ട് ചെയ്തതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ഇവിടെ വീൽ കപ്പ് ഇടാനുള്ള സ്ഥലത്തൊക്കെ ബ്ലാക്ക് അടിച്ചു കേട്ടോ. ഇതിൽ ഫുള്ള് ബ്ലാക്ക് അടിച്ചു, ഇതിൽ ഫുള്ള് ബ്ലാക്ക് അടിച്ചു. ഇത് സിൽവർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തെറ്റി അടിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. ഇക്ക സിൽവർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇക്ക അത് സിൽവർ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആണോ? അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നിലവിൽ അതും അടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലത്തെ എന്താ പറയുക, ഈ ഗാർഡ് ഉണ്ടല്ലോ, ഗാർഡ് ഫുള്ള് ബ്ലാക്ക് കളർ അടിച്ചു. പിന്നെ നമ്മുടെ സ്റ്റിക്കർ ചേട്ടൻ ഇങ്ങനെ ആക്കി തന്നിട്ടോ. ചെറിയ ലൈൻ ഇട്ടിട്ട് താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആൾ പറഞ്ഞു ഇങ്ങനെ നിൽക്കട്ടെ, ഒന്നുമില്ലാത്ത ഒരു തോന്നൽ വേണ്ട, അപ്പോൾ അത് കാരണം ഇങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഗാർഡും പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ, അതായത് ബ്ലാക്ക് അടിക്കുന്ന സ്ഥലത്തൊക്കെ ബ്ലാക്ക് അടിച്ച് നിലവിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വീൽ കപ്പിന് വേണ്ടിയിട്ടുള്ള ഇതെന്തിനാ ബായി അയക്കണേ? ക്യോം നിക്കാലേക്ക अच्छा बोल्ट സ്ലിപ്പ് അച്ഛാ ബോൾട്ട് ഇടാലോ. ശരി. അപ്പോൾ അത് കറക്റ്റ് ബോൾട്ടിലല്ല ഇട്ടേക്കണം. അപ്പോൾ അത് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുള്ളി. അഖിലേ, നീ ഇവിടെ വന്ന് സെറ്റ് ചെയ്യേണ്ട സമയമായി കേട്ടോ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ല. ആ വണ്ടിമേലായില്ലേ? ആ വണ്ടി അതിൻ്റെ ഇടയ്ക്ക് എന്തിട്ട് ചെയ്യാൻ വന്നതാ? ഇന്നലെ വന്നിട്ടുള്ള ഈശ്വറില്ലേ, തീർന്നില്ല. അപ്പൊ ഇനിയിപ്പോ നിനക്ക് വണ്ടി ഇവിടെ തന്നിട്ടുണ്ട്. മതി, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുള്ള ആളല്ലല്ലോ. നമ്മൾ സാധാരണക്കാരനാണ്. മതി. നാളെ മതി. നാളെ രാവിലെ ഞാൻ രാവിലെ വരും. നീ പറഞ്ഞ ഞാൻ വരും നിനക്ക് കമ്പനിക്ക്. വേണ്ട, എന്തായാലും ഞാൻ വരൂടാ. അപ്പോൾ നിലവിൽ ആള് അതങ്ങോട്ട് അയച്ചിട്ട് അതിൽ കൂടി നമുക്ക് ഇതടിക്കാണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, വീൽ കപ്പിൽ ഡാർക്ക് കളർ അടിക്കാണ്ട്, അതായത് കറുപ്പ് കളർ അടിക്കാണ്ട്. അപ്പോൾ ബായി അതിൻ്റെ ഉള്ളിൽ എന്താ കട്ട് ചെയ്യണേ എന്നുള്ളതാണ് നോക്കുന്നത്. കട്ട് ചെയ്യണോ അല്ല വെൽഡ് ചെയ്യാണ്. സംഭവം സെറ്റായിട്ടോ. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റില്ല. എവിടെയും പെയിൻ്റ് അടിച്ചിട്ടേക്കുക. ഈ സാധനമൊക്കെ ടച്ചിങ് കഴിച്ചിട്ടുള്ള കാര്യം നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തവിട് കൂടി എയർ ഫിൽറ്റർ വെച്ചു അല്ലേ, എയർ ഫിൽറ്റർ സാധനങ്ങൾ വെച്ചു. ഇനി ഇതൊക്കെ വാഷ് ചെയ്തിട്ട് ശരിക്കും ഇതിൻ്റെ അടിയിലും കൂട്ടി അടിക്കാണ്ട്. ആ സമയത്താവും ബ്ലാക്ക് അവിടെയൊക്കെ അടിക്കേണ്ടത്. നമ്മുടെ ഫ്ലാപ്പും സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെയാണ്. അതിപ്പോൾ ഈ ഫിറ്റിംഗ് സംഭവങ്ങൾ കഴിയാണ്ട് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതേപോലെ ഈ അടിയിൽ കാണുന്ന സംഭവമില്ലേ, ഇത് ബ്ലാക്ക് അടിക്കാനുള്ളതാണ്. ഇത് കണ്ടു, ഈ ഒരു സാധനം ഇത് പണ്ട് ഇതിൻ്റെ അടിയിലായിരുന്നു നിന്നായിരുന്നത്. പക്ഷേ ഈ സംഭവമൊക്കെ ഇപ്പോൾ ഇനി ബ്ലാക്ക് അടിച്ച് കളയണം. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇവരെ വർക്ക് കഴിഞ്ഞിട്ട് ആയിരിക്കട്ടെ ആ പുക വർക്കുകളൊക്കെ ചെയ്യണത്. ഇതേ കണ്ടില്ലേ,
ഗ്രില്ല്. ഈ സാധനമാണ് നമ്മൾ പായ വലിക്കാനുള്ള സംഭവത്തിന് ചെയ്യണത്. ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുട്ടാനും പാടില്ലേ. അപ്പോൾ ആലമ്പായി അത് നോക്കിയിട്ട് ചെയ്തോളും. പിന്നെ നമ്മുടെ ഇവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഇനി നമ്മൾ ഇതേ സെയിം പെയിൻറ്റ് തന്നെ ഈ ചില്ലുമ്പലും ഇവിടെ ആയിട്ട് ഇതേപോലെ അടിക്കും. ഒക്കെ ഭാരത് ബെൻസിൻ്റെ സംഭവം കൊണ്ടുവന്നു. ഇതിവിടെ ഞാനും ഒട്ടിക്കുള്ളൂ. ആണോ? ഇവിടെ ഞാനില്ലാത്ത ദിവസമാണെങ്കിലും ആ വണ്ടി പൊട്ടിക്കാതെ കൊടുക്കും. അന്ന് ആ വണ്ടി ഡെലിവറി കൊടുക്കില്ല. അന്ന് ആ വണ്ടി കൊടുക്കണല്ലേ. കാരണം എന്താ പറയുക, ഇതിന് ഒരു ഐഡിയ പ്രകാരം ഒട്ടിച്ചില്ല എങ്കിൽ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ പോകും. താഴെ പോയാ പെട്ടു. ഇത് പെട്ട് ഇത് പണ്ട് ഞാൻ വർഷപ്പ് തുടങ്ങിയ സമയത്തെ എന്തോരം പെട്ടിട്ടുണ്ടെന്നറിയാവോ. അപ്പൊ അത് പെടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇക്ക തന്നെ ഭാരത് ബെൻസ് എന്നുള്ള ഈ വലിയ എംബളം ഉണ്ടല്ലോ, ഇത് നമ്മളുടെ ഈ ഇതിലങ്ങോട്ട് വരുമ്പോഴാണ് മാറുക അല്ലേ. അതെ, അത് വരുമ്പോൾ കലക്കും എന്നാണ് ഇക്ക പറയണത്. നോക്കാൻ നമുക്ക് കലക്കും. ദേ ഇങ്ങനെ നിൽക്കും. ഈ ബ്ലൂ ഒക്കെ എടുത്ത് കളയൂട്ടാ. ആ സ്റ്റീലിൻ്റെ ഇത് മാത്രമാണ് നിൽക്കുള്ളൂ. ബാക്കി എല്ലാ സംഭവങ്ങളും എടുത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ നിൽക്കും. കണ്ടാ, ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഗ്രില്ല് ഫിറ്റ് ചെയ്യാൻ. ഗായ്സ് നോക്കിയേ. അപ്പോൾ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഈ ഇക്കേ ഈ ഒട്ടിക്കുന്ന ട്രിക്ക് പറഞ്ഞു തരാമോ? ഇല്ല, ഇത് സാധാരണ സമ്മതിക്കാത്താണ്. ഇത് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചു തരാൻ പറഞ്ഞിട്ട് സമ്മതിക്കില്ല. പിന്നെ ഈ സാധനം 2200 വില. ഏത് ഈ ഒരു എമ്പളത്തിന്? ഈ ഒരു എമ്പളത്തിന്റെ വില. അപ്പൊ അതുകൊണ്ട് നമ്മളത് അല്ല, ഞാൻ പറയണ ഞാനിങ്ങനെ ഇതോട് ചോദ്യവും ഉത്തരൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് വളഞ്ഞു പോയി കഴിഞ്ഞാൽ പെടില്ല. ഞാൻ ഈ സമയത്ത് ഒന്നും മിണ്ടണ്ട. അത് നല്ലത്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് മിണ്ടാം. ഇക്കയുടെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ 2000 രൂപ പോവും. ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഓണർമാർ നിൽക്കുന്ന സമയത്ത് ഒട്ടിക്കാറില്ല. 16 അഭിപ്രായം. പ്രതീഷ് ഭായി എന്ന് പറഞ്ഞാൽ മിണ്ടൂല്ല. ഇല്ല, ഇക്കെനിക്ക് വിട്ട് തന്നേക്കാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒട്ടിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ താൻ പോയി നേരം ഒട്ടിക്കുള്ളൂ. ചിലപ്പോ രാത്രി 12 മണിക്കൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് വേണ്ട. അങ്ങനെ നമ്മുടെ ഭാരത് ബെൻസിന്റെ എംബളം അങ്ങോട്ട് കയറുകയാണ് കേട്ടാ. ആര് പഠിച്ചില്ലെങ്കിലും ഞാൻ പഠിച്ചു വെക്കാ. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? ഞാൻ ഒട്ടിക്കൂട്ടാ. അമ്മ, ഇത് നമ്മൾ ആദ്യം പക്ഷെ ഒരു കേസ് ഉണ്ട് കേട്ടാ. ഈ ഒരു എംബളം ഞാൻ വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു. ഇക്കയാണ് പറഞ്ഞത് ഇത് വന്നാൽ അതിന്റെ ഭംഗിയാവുള്ളൂ അല്ലേ. സംഭവം ഇത് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായത്. ഇത് വന്നപ്പോ അടിപൊളിയായി. കണ്ടാ, ഇത് ശരിക്കും ലൈറ്റിങ് നമ്മുടെ ശരിയല്ല. അത് കാരണം ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അമ്മ സൂപ്പറായിട്ടാ. ഭാരത് ബെൻസിന്റെ വണ്ടൻ എഴുത്ത് അങ്ങോട്ട് വന്നപ്പോ ഇല്ലേ 2200 രൂപയുടെ എഴുത്താ. എന്നാലും കുഴപ്പമില്ല, കലക്കട്ട അങ്ങോട്ട്. അപ്പൊ ഇനി ഗ്രില്ല് വെച്ചിട്ട് വേണം തമ്പനയിൽ ഒരു ഫോട്ടോ എടുക്കാൻ. നാളത്തെ തമ്പനയിൽ ഇതല്ല. നാളത്തെ തമ്പനയിൽ ചുമപ്പ് കളറിൽ വണ്ടി മൊത്തം മൂടിയിട്ടുള്ളതാണ്. അങ്ങനെ ആവില്ലേ? അതാണ് നാളത്തെ തമ്പനയിൽ. അപ്പൊ ഇന്ന് വണ്ടിയുടെ ഫുൾ പണി കഴിഞ്ഞിട്ടുള്ള ഒരു തമ്പനയിൽ എടുക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇത് വെക്കണം. ഇത് വെച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അതെ, നീ സമ്മതിക്കണം. അല്ലാണ്ട് പറ്റൂല. സ്റ്റിക്കർ ചേട്ടനല്ലത്. സ്റ്റിക്കർ ചേട്ടൻ പരിപാടി കഴിച്ചു കേട്ടോ. പുള്ളി അവിടെ മറ്റെന്താ പറയാ ചെറിയ ലൈൻ ഇട്ട് അവസാനിപ്പിച്ചു. ഇന്ന് മഴക്കാറുണ്ടല്ലേക്കാ. നമ്മുടെ നമ്പർ ചേട്ടൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലാക്ക് അടിക്കാനായിട്ട്. ഇനി ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞിട്ട് ചേട്ടൻ എന്ത് ചെയ്യും? ഈ സ്റ്റിക്കർ അങ്ങോട്ട് പറിച്ചു കളയും. അപ്പൊ നമ്പർ അടിച്ച അതേപോലെ ഈ സാധനം ഇനി ഉണങ്ങിയതിന് ശേഷമല്ലേ പൊളിച്ചു കളയുള്ളൂ. ഇല്ലെങ്കിൽ കറക്റ്റ് ആവില്ലല്ലോ. ഉണങ്ങി കഴിഞ്ഞോ? ഇത് മാറ്റാണോ പഠിക്കുക? അത് ഗ്ലോസിയോ സെമിയോ? മാറ്റ്. മാറ്റാണ് ഇട്ട് അടിക്കണത്. ഇനി നമ്മൾ പഞ്ച് ചെയ്യും. അതിനകത്തേക്ക് കൊണ്ടുവന്ന് ബോർഡ് പഞ്ച് ചെയ്യും. ഈ ആലമ്പായി ഇതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് പൊക്കിക്കോളാൻ പറയണത്. ഇനി ഇതൊന്ന് പൊക്കി നോക്കണം. നമ്മൾ ആ ഫിറ്റ് ചെയ്തിട്ടുള്ള സാധനം തട്ടില്ലേന്നേ. അപ്പൊ പുള്ളി ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ഒന്ന് പൊക്കി നോക്കാനായിട്ട്. കണ്ട, നമ്മുടെ ഗ്രില്ലുമ്മ നമ്മുടെ ഭാരത് ബെൻസിന്റെ എംബളം അങ്ങോട്ട് പൂശാണ് കേട്ടാ. കണ്ട സാധനം കൊണ്ടുവന്നു. ഭാരത് ബെൻസിന്റെ എംബളം കൊണ്ടുവന്നു. പിന്നെ ലൈറ്റുകൾ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് വെച്ചത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെ അടിയിലുണ്ട്. പിന്നെ ഈ സാധനം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇതിനകത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ലാഗില്ലേ? അല്ല, പിന്നെ പൊളിക്കും. അതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ.
എല്ലാവരും ഇതുമ്പോ തന്നെ കേട്ടോ. കുറെ ആൾക്കാരെ ഇപ്പൊ എണ്ണം കൂടി വണ്ടിമേ. ആ ഓട്ടുണ്ടാക്കി. അപ്പൊ ഇങ്ങനെയാണ് ഭാരത് ബെൻസിന്റെ എംബ്ലം സെറ്റ് ചെയ്യാം. ഞാൻ ഇത് ഓഫ് ചെയ്തതിന് ശേഷം നീ കാണിക്കുള്ളൂ അല്ലെ. പല കാര്യങ്ങളും ഇവിടെ ട്രിക്കോട് കൂടി നടന്നിരുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഗൈസ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുള്ള സമയത്ത് ഇവര് ചെയ്യണില്ല. കാരണം വെച്ചാൽ അത് ഞാൻ കണ്ടു പഠിച്ചാലോ എന്ന് വെച്ചിട്ടാ. ഇപ്പൊ നിസാര സ്റ്റിക്കർ ചേട്ടൻ വരെ ഞാനുള്ളപ്പോ ഒട്ടിക്കില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ പൊക്കോ, ഞാൻ ഒട്ടിച്ചിട്ട് ആ ട്രിക്കൊന്നും പഠിച്ചു തരില്ലാന്ന്. ആ അതേപോലെ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞു ചെയ്യടാന്ന് പറയുമ്പോ ചെയ്യണില്ല. അല്ലാണ്ട് ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ടല്ല നീ എന്നോട് പറഞ്ഞത് അല്ലേ. ആ ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചടാ. കുഴപ്പമില്ലടാ, ക്ഷമിക്കുന്നോട്. ഇക്കിക്ക് പ്രാന്തായി പോയതുകൊണ്ട് ഫുള്ള് ഫോൺ കൈപിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ്ട, ആരെയും വിളിക്കണമില്ല. ഇക്ക ടെൻഷൻ അടിക്കണ്ട, വണ്ടി തീരുമ്പോ തീരട്ടെ. ഇക്ക അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിട്ട് എന്താ കാര്യം? സാധനം സെറ്റ് ആവുകയാണ്. ആ അത്ര തന്നെ ഉള്ളൂ. ഇനി കയറ്റി നമ്മൾ വെക്കണം, പോയിരിക്കണം. സ്റ്റിക്കർ പുള്ളി അതിന്റെ ഇടയ്ക്ക് ഇത് നമ്മളുടെ മറ്റെന്താ പറയാ ആ പെയിന്റ് അടിച്ചതിന് സ്റ്റിക്കറൊക്കെ അങ്ങോട്ട് വലിച്ചു കളഞ്ഞു വിട്ടത്. ക്ലീനായി. 2 നമ്പർ പ്ലേറ്റ് സൈഡിൽ അടിക്കാനുള്ളത് ഇനി റിവിറ്റ് അടിച്ച് വെച്ചാൽ മതി. ക്ലീൻ അത്. പിന്നെ അഖില അവിടെ മറ്റേ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അപ്പൊ അതും ചെയ്തോണ്ടിരിക്കണം. നമ്മുടെ ഗ്രില്ല് സെറ്റാക്കാണ് കേട്ടാ. വേണ്ട ഓക്കെ. ഈ ആഗ്രഹത്തിനനുസരിച്ചുള്ള സംഭവമായിട്ടോ ഗൈസ്. നമ്മൾ കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വണ്ടി എടുത്തപ്പോൾ മുതൽ നന്നാക്കണം, നല്ല രീതിയിൽ പണിത് തീർക്കണം എന്ന്. അപ്പോൾ എന്തായാലും ഇത് കൂടി ഫിറ്റ് ചെയ്ത് ഇനി ബോണറ്റ് കൂടി അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലേ അടിപൊളി ഫുൾ സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്ലറ ചില്ലറ കുറച്ച് ലൈറ്റുകൾ, ട്രാക്ക് ലൈറ്റ്, മറ്റുള്ള ലൈറ്റുകൾ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളത് ഉള്ളൂ. പിന്നെ ചെറുതായിട്ടുള്ള ഞാൻ കാണിച്ചു തന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ് കൂട്ടപ്പനായിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടി. വേണ്ട എന്തൊരു സ്റ്റൈലായി നോക്കി. എനിക്ക് അത് ഇഷ്ടമായി എന്തൊക്കെ പറഞ്ഞാൽ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഫുൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ആക്കി കാണിച്ചു തരാം. അത് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ദേ നമ്മൾ തമ്പനയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ലും സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്താണ്. ഇനി ഉള്ളിൽ ഹോണൊക്കെ ഫിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ബമ്പറും സാധനങ്ങളൊക്കെ ഊരി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി നാളെ രാവിലെ അഖിൽ വന്നിട്ട് വേണം ഈ എന്താ പറയുക നമ്മുടെ ഹോണും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ, അതുപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ. അതിന് ശേഷമാണ് ഫിക്സഡ് ആയിട്ട് നമ്മൾ ഇനിയിപ്പോൾ എന്താ പറയുക ഈ ഗ്രില്ല് ഫിറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം അത് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, ഒരുവിധം ക്ലീൻ ആയിട്ടോ. പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കൊരു തൃപ്തി ആയത്. എന്തായി ഒരഭിപ്രായം? പിന്നെ ഒന്നും പറയാനില്ല, സെറ്റപ്പ് ആക്കും. സെറ്റപ്പ് ആയി എന്ന് നമുക്ക് തോന്നിയാലാണ് നമുക്ക് മനസ്സിന് സെറ്റപ്പ് ആയി കഴിയുമ്പോഴുള്ള അതിന് സന്തോഷം. അപ്പൊ സാധനം ഉഷാറായി, സംഭവം ഓക്കെ. നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം അടിപൊളി. നമ്മൾ ഉദ്ദേശിച്ച കളർ ഇതാണ്, നമുക്ക് ഇഷ്ടാവുകയും ചെയ്തു അല്ലെ. പല ആൾക്കാർ പല അഭിപ്രായം പറയും. ചില ആൾക്കാർക്ക് പച്ച കളറാവും, ചില ആൾക്കാർക്ക് മഞ്ഞ കളറാവും. അങ്ങനെ പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളാവും. നമ്മളിപ്പോൾ കമന്റ് അയക്കുമ്പോൾ പല ആൾക്കാരും പല കളർ അടിക്കാൻ പറയുമ്പോൾ എല്ലാ കളറും നമുക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുവിധം എന്താ ചെയ്യേണ്ടത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉള്ള കളർ അടിച്ചു പോവാം, അത്രയാണ് പറ്റുള്ളൂ. അതെ, അട്രാക്ഷൻ. അതെ, ഇതൊന്നും അട്രാക്ഷനും ഉണ്ട്, എന്നാ നോട്ടത്തിനൊരു വേറെ കാര്യമുണ്ട്. നമുക്ക് സൈഡ് മഞ്ഞൊക്കെ ഒട്ടിക്കണം, ടെസ്റ്റിന് മഞ്ഞൊട്ടിക്കാം. അതില്ലാത്ത അതിന്റെ ഭംഗി, പക്ഷെ നമുക്ക് ഒട്ടിക്കാം. മഞ്ഞൊട്ടിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ അത് പിന്നെ പറിച്ച് കളയാനും പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല. അത് പറ്റില്ല, അത് പറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ഇടക്കം പോകും, പെയിന്റ് അടക്കം പൊളിഞ്ഞു. അതേ നിലയ്ക്കുള്ള സ്റ്റിക്കർ അല്ലേ, അവന് നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് അടിക്കാം, ഒന്നും നോക്കണ്ട. അപ്പോൾ എന്തായാലും ഉദ്ദേശിച്ച പോലെ ക്ലീനായി. ഇനിയിപ്പോൾ അല്ലറ ചിലർ പണികടിയും കഴിച്ച് നാളെ രാവിലെ നമ്മൾ എത്ര മണിക്ക് പൊരിക്കുക? അങ്ങനെയാണ് വിചാരിക്കണേട്ടാ. കാരണം അതെ, സീറ്റ് പിടിപ്പിക്കണം ഉള്ളിൽ, പിന്നെ അല്ലറ ചിലർ ടച്ചിങ്സും, പിന്നെ നമ്മുടെ ഹോണ്, അതേപോലെ ആൻഡ്രോയിഡ് സെറ്റ്, സ്പീക്കർ, പിന്നെ എന്തുട്ടാ ക്യാമറ ഉണ്ട്. കുറച്ച് അല്ലറ ചിലർ സാധനങ്ങളുണ്ട്. വൈകുന്നേരം വരെയുള്ളത് ഉണ്ടാവും ചിലപ്പോൾ മിക്കവാറും അല്ലേ, അതിനുള്ള ചാൻസ് ഉണ്ട്. വീൽ കപ്പ്, പെയിന്റ് അടിക്കാനായിട്ട് അവിടെ പെയിന്റ് സാധനങ്ങളൊക്കെ കൂട്ടി മറ്റവന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും വലിയ പ്രശ്നം ഇല്ല നിലവിൽ. അപ്പൊ പിന്നെ ലൈറ്റ് ഒക്കെ പറയണേ അത് പിന്നെ ഫിറ്റ് ചെയ്യാമെന്ന് അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഈ വക സംഭവങ്ങളൊന്നും ഫിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് ഇനിയിപ്പോൾ നാഷണൽ പെർമിറ്റ് ആയിട്ട് ഓടുന്ന സമയത്ത് നമുക്ക് അകലേക്കൊക്കെ പോകുമ്പോൾ മഞ്ഞും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് ഇടാണ്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നല്ല മൂടിയിടുക അല്ലെങ്കിൽ ഊരി വയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ, വെക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അല്ലേ.
എല്ലാ വണ്ടിക്കും വെക്കണം. ഇത് ഇൻഡിക്കേറ്റർ അല്ലേക്കാ? ഇത് ഇൻഡിക്കേറ്റർ ശരിക്കും പറഞ്ഞാൽ ഭാരത് ബെൻസിന്റെ BS3 വരുന്നതാണ്, കിട്ടിയില്ല നിലവിൽ ഇതില് ഇവിടെ വയ്ക്കണത് അല്ലേ? ഈ ഒരു സംഭവം പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് വെക്കാനുള്ള ആ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പോകുമ്പോ മറ്റുള്ള സാധനങ്ങൾ അവിടെ എടുത്ത് വെക്കാനായിട്ട് ഓർമ്മിപ്പിക്കണം കേട്ടോ. കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഓക്കെ, അവിടേക്ക് എടുത്ത് വെക്കാം. അപ്പൊ ഏറെക്കുറെ എന്തായാലും ചെയ്ത് ഇന്നത്തോണ്ട് ഫുള്ള് തീർക്കാൻ പറ്റുന്നത് തീർത്തിട്ട് വേണം ബാക്കിയുള്ളത് ബാലൻസ് വെക്കാനായിട്ട്. ബായി നമ്മുടെ നമ്പർ പ്ലേറ്റ് റിവിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൺ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ 2 നമ്പർ പ്ലേറ്റ് നമ്മൾ സൈഡിലേക്ക് പ്ലേറ്റ് ആയിട്ട് തന്നെ എടുത്ത് വെക്കാമെന്ന് വെച്ചു. കാരണം ബാക്കിൽ പുതിയത് അടിച്ച് വെച്ച നിലയ്ക്ക് ഇനി ഇവിടെ പെയിന്റ് കൊണ്ട് എഴുതാൻ നിൽക്കണ്ടത്. ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ റിവിറ്റ് അടിച്ച് അങ്ങോട്ട് ഔട്ട്സൈഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ലൈറ്റ് ഫുള്ള് ഒരു സൈഡിൽ എത്ര 10 കണ്ടുണ്ടോ? ഒരു സൈഡിൽ 10 വെച്ചുണ്ടോ? എത്ര ഉണ്ട് ഈ ലൈറ്റ്? 6 ലൈറ്റ് ഉണ്ട് കേട്ടോ. 6 ലൈറ്റ് നമ്മുടെ സൈഡിൽ ട്രാക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ട്രാക്ക് ലൈറ്റ് എന്നാണോ ഇതിന്? എന്ത് ലൈറ്റ് എന്നാടാ പറയാ? ഇതിനെന്തെങ്കിലും ലൈറ്റ് എന്ന് പറയോ? ബോഡി ലൈറ്റ്. ബോഡി ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മളത് ഇവിടുന്ന് മുതൽ അങ്ങേറ്റം വരെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം സൈഡ് കാണുന്ന സമയത്തേ നമുക്ക് എന്താ പറയുക, രാത്രിയിലൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ലൈറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ക്ലീനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സംഭവം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മുകളിൽ ഭായിമാരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഭായിമാർ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കണ്ടു 2 പേര് നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെൽഡിങ്ങാണ്. അപ്പുറത്ത് ഒരു ഭായി നിൽക്കുന്നുണ്ട്, ഇപ്പുറത്തൊരു ഭായി നിൽക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിലായാലും ഫുള്ള് ചെയ്ത് തീർത്തില്ലെങ്കിൽ നാളെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു എന്താ പറയുക, നാളെ രാവിലത്തേക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിലുള്ള പണിയുണ്ടേ. അതാണ് ആലമ്പായി പെട്ട അതിൻ്റെ ഉള്ളിൽ. ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ലേ? പ്രോബ്ലം നെയ്യേനാ? ജാം നെയ്യേ? മേനെ സോച്ചാ ജാം ഹേ നെയ് പറയാൻ പറ്റില്ലേ? അപ്പോൾ ആളുടെ മുഖം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ടൈറ്റായിട്ട് ഊരി ചെയ്യാൻ പോരാണ്ടിരിക്കണമാണോന്നേ. ബായി അപ്പോൾ ഹോളൊക്കെ അടിച്ച് ക്ലിയറാക്കി ഇനി റിവിറ്റ് നമ്മൾ അടിക്കാൻ പോകട്ടോ. റിവിറ്റ് അടിച്ചാൽ പിന്നെ അനങ്ങൂല. 4 റിവിറ്റ് അല്ലേ ഭയ്യ? 4 അതെ. ഇതുപോലെ ഇട്ട് ടൈറ്റല്ല, ഒറ്റ റിവിറ്റ് അടി. ടൈറ്റായി കഴിയുമ്പോൾ വിട്ടുപോകും. ഓക്കെ, ഈ ഒരു സാധനം ഇനി അടിപൊളിയായിട്ട് ഫുൾ സ്ട്രോങ്ങിൽ നിന്നോളും. ഇനി ഇപ്പുറത്തെ സൈഡിലും വെക്കണം കേട്ടോ. ഇത് ഊരിയെടുത്ത് ഇവിടെ വെക്കണം. ഇനി ആൾ നേരത്തെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹിന്ദിക്കാരനെ ഇവിടെ നമ്പർ പ്ലേറ്റ് ഉണ്ട്, ഇവിടെ നമ്പർ പ്ലേറ്റ് ഉണ്ട്. ഈ സാധനം എടുത്തിട്ട് ഇപ്പം നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത സാധനം ആൾ ഇവിടെ 2 സ്ഥലത്തും ഫിറ്റ് ചെയ്തേക്കായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ആൾ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ആളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് 2 നമ്പർ പ്ലേറ്റ് ബാക്കിൽ തന്നെ ഫിറ്റ് ചെയ്തു. കണ്ടാ നീ ബായി ചെയ്ത പരിപാടി ഉണ്ടോ? ബായിയോട് പറഞ്ഞ് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാൻ. ബായി 2 നമ്പർ പ്ലേറ്റ് അപ്പുറത്തായിട്ട് ഫിറ്റ് ചെയ്തു. ഇല്ല, മിക്ക തിളങ്ങാണ്. വൈകുന്നേരം വരെ നിന്നിട്ട് നോക്കി മുഖം തിളങ്ങി. അതാണ് ഗ്ലേസിങ്. ഇക്ക് ഉപയോഗിക്കുന്ന ക്രീം ഏതാണെന്ന് പറയണം കേട്ടോ. നല്ല ഒന്നാന്തരം പച്ചവെള്ളം, നാച്ചുറൽ വാട്ടർ. പോവല്ലേ ഇപ്പൊ? വേഗം പോയി കിടന്നുറങ്ങിക്കോ. ശരി, രാവിലെ നേരത്തെ പറയും. ഞാൻ 10 മണിക്ക് എത്താം. എനിക്ക് 8 മണിക്ക് എത്തുന്നല്ലേ പറഞ്ഞ? ഓക്കെ, എല്ലാവരും റെഡിയാ. അതെ, ടോണി അടക്കാൻ റെഡിയാ. അതെ, ടോണി അല്ലേ നീ? ടോണി അടക്കാൻ റെഡിയാ. ധൈര്യമായിട്ട് വിട്ടോ. നമ്മുടെ ഇനിയിപ്പോൾ അല്ലറ ചില്ലറ പണി നടക്കുന്നതുകൊണ്ട് ഞാനിത് കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഫുള്ള് ഫിറ്റിങ് സാധനങ്ങൾ, 2 സ്പീക്കർ, അതേപോലെ തന്നെ നെറ്റ്, സ്പേസർ, പിന്നെ നമ്മൾ ആ ഗ്യാപ്പ് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ള 2 സംഭവങ്ങൾ, ക്യാമറ, പിന്നെ LCD മോണിറ്റർ, അതുപോലെ ക്യാമറയുടെ സ്ക്രീൻ, സകല സാധനങ്ങളും നമ്മൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ ഒരു ഫിറ്റിംഗാണ് മെയിനായിട്ടുള്ളത്. ടോണി, എല്ലാ സാധനവും നീ മുൻകൈ എടുത്ത് ഒക്കെ പൊരിച്ചേക്കണം. വീൽ കപ്പ് അടിക്കണ്ടോ ഇപ്പോൾ? വീൽ കപ്പ് ആണോ? അല്ല, അതെവിടെയാ? ഈ ഷെഡിലാണ് അടിക്കണേ? അതല്ലേ, ഏതാ? അത് തന്നെ. സ്റ്റോപ്പ് ബോർഡ്, നമ്പർ പ്ലേറ്റ്. ഇല്ല, നമ്മുടെ വണ്ടിയുടെ തന്നെ തെറ്റില്ല. നീ ഈശ്വര പിടിച്ചു വളച്ചൂല ദൈവമേ. കുഴപ്പമില്ല. ഇതിന് ബോക്സിൽ വെക്കണം കേട്ടോ. ഫ്രണ്ട് ബോക്സ്, മറ്റത് ലെവല്. അപ്പോൾ ഇതിപ്പോൾ ബായി ഫിറ്റ് ചെയ്യണോ? ഇത് വേറെ വണ്ടികളിലൊക്കെ നീ എടുത്തു കൊടുക്കുക. അവൻ തെറ്റിയിട്ട് വേറെ വണ്ടികളുടെ നമ്മുടെ വണ്ടിയുമ്പോൾ നമ്പർ ഫിറ്റ് ചെയ്യും കേട്ടോ. പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്പർ പ്ലേറ്റും സ്റ്റോപ്പും 2 സ്റ്റോപ്പ് ഒരേപോലത്തെ ആണോ നോക്കിയടാ?
अदे अल्ले हमारा गाड़ी का नहीं है 4 पीस, हमारा गाड़ी का 2 पीस है, इधर भी 4 पीस है। हाँ कंडा एक ए वाला ये हमारा है, करेक्ट है। हाँ ए वाला स्टॉप एक ए भी करेक्ट है। ഇത് എത്ര സ്റ്റോപ്പാ? ആ നമുക്കൊരു സ്റ്റോപ്പ് മതി കേട്ടോ, നിറച്ച് സ്റ്റോപ്പൊന്നും വിറ്റിയായിരുന്നു നീ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആ അഖിലിൻ്റെ ഫുൾ സാധനങ്ങൾ ഞാൻ അവിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ് നമ്മളുടെ വീൽ കപ്പുകൾ ഇതേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ബ്ലാക്ക് അടിച്ചു, ബ്ലാക്ക് അടിച്ചിട്ട് അതിന് ശേഷം ഇനി മറ്റേ മെറ്റാലിക് ഗ്രേ അടിക്കാൻ പോവാണ്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്ക് അടിച്ച സ്ഥലങ്ങളിൽ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. അതിന് ശേഷമാണ് ഇനി ഗ്രേ അടിക്കുന്നത്. അപ്പോൾ 1 2 3 പിന്നെ ദേ ഇവിടെ ഈ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ എന്താ പേര്? ഗൂഗിൾ. ഗൂഗിൾ എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ, വീൽ കപ്പിൻ്റെ സ്പെഷ്യലിസ്റ്റ് പെയിൻറ്റിങ് ആളാണ്. ഇവിടെ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ഫുള്ള് പൊട്ടിയൊന്നും അടിക്കാണ്ട് വീൽ കപ്പുകളുടെ ഫുൾ. അല്ല വേറെ പുറത്തുനിന്നുള്ള പൊട്ടിയൊന്നും വരുന്നില്ലല്ലോ, അതിന് വേണ്ടിയിട്ടല്ല ഇങ്ങനത്തെ സ്ഥലം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയിട്ട് നീ ആൾ മാറിപ്പോയില്ലടാ. മുടി ഈ നിലയ്ക്കാക്കി തകർത്ത് വരില്ലോ. ആളറിയാത്ത പരിവായിപ്പോയി. നമ്മുടെ പെയിൻറ്റിങ്ങുകാരനാണ് കേട്ടോ, ഇത് ആള് മിലിറ്ററിക്കാരനല്ല. കാരണം ലുക്കാകെ മാറിപ്പോയി കുറച്ച് സമയം കൊണ്ട്. ആ നിലവിൽ ഇനിയിപ്പോൾ ഇതിൽ പെയിൻ്റ് അടിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ 2 റിങ് ഉണ്ട് ഫ്രണ്ടിലേക്ക്, 4 റിങ്. ഇവിടെ ഉണ്ടല്ലോ 2 ശരിയാണ്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 റിങ്ങും അതുപോലെ തന്നെ 4 മറ്റേ ബട്ടർഫ്ലൈയും. അപ്പോൾ അത് ഇനിയിപ്പോൾ കഴിയാറായോ ചേട്ടാ? അത് കൂടി ഒട്ടിച്ചിട്ട് വേണമല്ലോ അടിക്കാനായിട്ട്. അപ്പോൾ അത് ഈ ഒരെണ്ണ ഇനിയിപ്പോൾ ഒട്ടിക്കാൻ ബാലൻസ് ഉണ്ട്. ഇത് കൂടി ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പെയിൻ്റ് അടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഗ്രേയും അതുപോലെ ബ്ലാക്കും ആണ് കേട്ടോ വീൽ കപ്പിൻ്റെ കളർ. പിന്നെ ഉള്ളിൽ സെൻറ്ററിൽ മറ്റേ സ്റ്റീലിൻ്റെ പ്ലേറ്റിംഗ് ഉള്ള സംഭവം. അങ്ങനെയാണ് ഇക്ക പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റീലിൻ്റെ പ്ലേറ്റിംഗ് ഉള്ള സാധനത്തിനോട് വലിയ യോജിപ്പില്ല. പക്ഷേ ഇക്ക പറഞ്ഞ് അത് വരുമ്പോൾ നന്നാവും, അതങ്ങോട്ട് പൊരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചൊന്നും ആയിക്കോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റീലിൻ്റെ മകട് അങ്ങനെ നിൽക്കുന്നത് താല്പര്യമില്ല. അതിന് ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിവിടെ ഈ ഒരു സംഭവത്തിൽ ബെൻസിൻ്റെ ഒരു എമ്പളം അടിക്കാമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആളങ്ങനെ പറഞ്ഞപ്പോൾ ഇനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതും അവരൊരു പെയിൻറ്റ് പണിപ്പുരയാണ്. ചേട്ടാ ഞാൻ പോട്ടെ, എന്നാ അവിടെ പണിയുണ്ട്. ചേട്ടൻ കുറച്ച് സമയം എടുക്കില്ലേ പെയിൻ്റ് അടിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കായിരുന്നു. ഒരുപാട് സാധനങ്ങൾ ഫിറ്റിങ്ങും അതുപോലെ തന്നെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ പണിയുണ്ട്, ആഴ്ചയ്ക്ക് ഇറങ്ങാണെങ്കിൽ വീട്ടിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പോവാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വേണ്ടി നമ്മുടെ വണ്ടിക്ക് വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ കിടന്ന് പണിയെടുക്കുകയാണ്. അവർ പൈസയ്ക്കായാലും അല്ലെങ്കിലും അവർ നമുക്ക് വേണ്ടിയാണ്, നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കണേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോയിട്ട് അതൊന്നും കാണണ്ട, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ മനസ്സ് അത് അനുവദിക്കില്ല. മാക്സിമം അവർ പണി നിർത്തി പോണത് വരെ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒപ്പം നമുക്ക് മാക്സിമം നിൽക്കാൻ പറ്റുന്നത്ര സമയം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനൊക്കെ രാത്രി പണിയുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കണം. പകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നിറച്ചും മറ്റുള്ള ആൾക്കാരും അങ്ങനെയൊക്കെയുള്ള കാരണം കുഴപ്പമില്ല. പക്ഷേ രാത്രി ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ നിന്ന് പണിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്കൊരു വിഷമമല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വണ്ടിയുടെ അടുത്ത് പണികൾ ചെയ്യണമെങ്കിൽ ഒപ്പം അവരൊപ്പം നിൽക്കും. അപ്പോൾ എല്ലാവരുടെ അടുത്തും എത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും എന്നല്ലാണ്ട് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോണ കേസില്ല. അപ്പോൾ ഒരാളും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം നമ്മൾ അതിൻ്റെ പിന്നാലെ അങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ ആ ബയ്യ നമ്പർ പ്ലേറ്റ് കൊണ്ടിട്ട് അവിടെ വെച്ച് പോയില്ലോ, ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ വീൽ കപ്പും ഫുള്ള് അടിച്ചു വെച്ചു കേട്ടോ. ഗ്രേ കളറ് ഫുള്ള് അടിച്ചു, അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷൻ. ഇങ്ങനെയാണ് നമ്മുടെ ബട്ടർഫ്ലൈ പുതിയത് അടിച്ചിട്ടുള്ള കളറുകൾ. ഈ കളർ ഇതിന് മുന്നേ ആൾ ഇതേ കോമ്പിനേഷനിൽ അടിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ റിങ്ങും അടിച്ചു തീർത്തു. എല്ലാ സംഭവങ്ങളും നമ്മുടെ ഇന്നലെ കാണിച്ചതില്ലേ ഉണങ്ങണ റൂമുണ്ട്, ഉണങ്ങണ റൂമിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കേട്ടോ ഉണക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റും സംഭവങ്ങളും ഇത് ഇവിടെ പെയിൻ്റ് അടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൂടിയും കഴിഞ്ഞ് നാളെ ഈ വക സംഭവങ്ങളൊക്കെ നമ്മളും വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റും. ഇനി പണിയിനടുത്തേക്ക് പോവാം. നമ്മുടെ ബായി പഞ്ചിങ് നമ്പർ പ്ലേറ്റ് പടയ്ക്കാണ് കേട്ടോ, റിഫ്ലക്റ്റീവ് ടൈപ്പ്. അത് സാധാരണ പോലെയല്ല, ഒരു ബെൽറ്റ് ഇട്ടിട്ട് ഇവിടെ ബെൽറ്റും സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി. ആ ബെൽറ്റുമ്മേ ഇട്ടിട്ട് ഇതുമ്മേ റിവിറ്റ് അടിച്ച് വെക്കുകയാണ്. റിവിറ്റ്
നെറ്റ് ബോൾട്ടാ? നെറ്റ് ബോൾട്ട്. നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് വെക്കുകയാണ്. കാരണം ഇതിങ്ങനെ വെൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വളഞ്ഞു പോകും, ബെൻഡായി പോകും. അപ്പോൾ അതിന് പകരം പുള്ളി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ആകുമ്പോൾ ഇങ്ങനെ കിടന്ന് ആടിക്കോളൂല്ലോ. അപ്പോൾ അത് കാരണം 2 ബെൽറ്റും സ്റ്റോപ്പ് ബോർഡും നമ്പർ പ്ലേറ്റും സെറ്റ് ചെയ്യണം കേട്ടോ. ഹോളൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇतना आएगा ठीक है, मुश्किल नहीं, ये भी अच्छा है. അപ്പോൾ ആ സംഭവം ഫിറ്റ് ചെയ്തിട്ട് കേട്ടോ. ആലമ്പായി ബെൽഡ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാ. കഴിഞ്ഞിട്ടില്ല. ഇനി കിतना टाइम चाहिए? 1:30 हाफ घंटा. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തീരുമെന്ന് പറയണത് കേട്ടോ. ഗ്രില്ലടി നല്ലൊരു വർക്കായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ചെയ്തെടുക്കില്ല കേട്ടോ. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാനായിട്ട് നിൽക്കാനും അതിനൊന്നും പറ്റില്ല. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോൾ അവരുടെ വണ്ടിക്ക് എല്ലാ വണ്ടിക്കും നമ്മൾ ഈ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ നമ്മുടെ മെയിൻ സംഭവം മുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഓടി തുടങ്ങിയിട്ട് ചെയ്യാമെന്നുള്ള പരിപാടിയിലായിരുന്നു. പക്ഷെ അത് അങ്ങനെ പറ്റില്ല, കൈയോടെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ പായ കയറ്റാൻ പറ്റിയെങ്കിൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ഡ്രൈവറെ വിളിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞു ആ സംഭവം ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ്, പായ ഒറ്റയടിക്ക് സുഖമായിട്ട് മുകളിലേക്ക് വലിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ സംഭവം കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പണി ഓക്കെ. പിന്നെ വെയിലി അതുപോലെ തന്നെ ഇവിടെ ഗാർഡ് അങ്ങനെ സംഭവമുള്ളൂ. അതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യണില്ല. അതൊക്കെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ ഓടി തുടങ്ങി ഒന്ന് സീറ്റിങ് അതിന് ശേഷം മാത്രം നമുക്ക് ആ വക സംഭവങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ മിറർ ഇനിയിപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സംഭവം ഇത് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിങ്ങനെയാണോ ഇതിൻ്റെ ഇങ്ങനെ ആവൂലേ? എങ്ങനെയാണെന്നൊന്നും അറിയണില്ല. അതൊക്കെ വീണ് കിടക്കണ പോലെ കിടക്കണേ. അതൊക്കെ ഒന്ന് ശരിയാക്കി ടൈറ്റ് ചെയ്ത് വെക്കണം. ടൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് ആ പുറത്തേക്കുള്ള ഫിറ്റ് ചെയ്യുന്ന സാധനം ടൈറ്റ് വെച്ചതിന് ശേഷം വേണം ഉള്ളിലത്തെ ഗ്ലാസ്സുകളൊക്കെ കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാനായിട്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു സംതൃപ്തി ആയിട്ടാണ്. ആലമ്പായുടെ ഫുൾ പണി കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവം. ഫുൾ പണി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു പായ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സുഗമമായിട്ട് ഇവിടെ നിന്ന് ഇടാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം പണിതിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള വെൽഡിങ് കാര്യങ്ങളും പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതോടുകൂടി ഫിനിഷായി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലും അതുപോലെ ഈ അടിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ പെയിൻറ്റ് ടച്ച് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫിറ്റിംഗ് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തീർന്നു അല്ലേ? ഗ്രൈൻഡ് ചെയ്തോ? ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മളുടെ ഇപ്പോൾ അവിടുത്തെ ഫുൾ വർക്ക്, അതായത് പാച്ച് വർക്കിൻ്റെ ഫുൾ സംഭവങ്ങൾ ആലമ്പായി കഴിച്ചു കേട്ടോ. എല്ലാ സംഭവവും ആലമ്പായിയാണ് ചെയ്തത്. നമ്മുടെ സൈഡിലത്തെ ആ ഒരു അതുപോലെ തന്നെ ബാക്കിലത്തെ ലൈറ്റുകൾ, ബമ്പർ എന്ന് വേണ്ട അങ്ങനെയുള്ള വണ്ടിയുടെ പാച്ച് വർക്കിൻ്റേതായിട്ടുള്ള ഫുള്ള് ക്ലാമ്പ് ടു സെഡ് ഫുൾ വർക്ക് ആലമ്പായി ചെയ്തിട്ടുള്ള സംഭവം ബായി അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ വർക്ക് കഴിഞ്ഞു. ഇന്നത്തോടുകൂടി ആളുടെ ഫുൾ കഴിഞ്ഞു. ഇനി ഇലക്ട്രീഷ്യൻ്റെ വർക്കും പെയിൻറ്റിങ്ങിൻ്റെ ആളുടെ ടച്ചിങ്ങും ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് വർക്കായിരുന്നു പുള്ളിയുടെ. അത് നെക്സ്റ്റ് ടൈം आने का टाइम है ना, ग्रिल दूसरा पेटी का ऊपर दूसरा वेली ऐसा बोलेगा मलयालम में, वेली और किचन का बॉक्स ज़्यादा आइटम चाहिए. दूसरा गाड़ी नहीं, एक गाड़ी अभी नहीं है, थोड़ा चलने का बाद बाद में. അങ്ങനെ തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മലയാളം അറിയൂലേ? മലയാളം അറിയും. അതായത് ഓടിയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് കുറച്ച് പൈസ കിട്ടിയിട്ട് നമുക്ക് ആ പണി ചെയ്യാവുന്നത്. അപ്പൊ എന്തായാലും ശരി ആലംഭായി, ഓക്കെ, താങ്ക് യു. നമ്പർ പ്ലേറ്റ് സ്റ്റോപ്പ് ബോർഡ് കഥം. അപ്പോൾ അതും കഴിഞ്ഞു എന്നാ പറയണേ. അപ്പോൾ എന്തായാലും ഫുൾ വർക്കുകൾ പിന്നെ ലൈറ്റിൻ്റെ പിള്ളേരെയും കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സമയം എത്രയും ഇപ്പോൾ സമയം എനിക്കും കാണാനില്ല ഗൈസ്. നോട്ടെ സമയം 8:15. അപ്പോൾ ഏറെക്കുറെ എല്ലാം കഴിഞ്ഞു. ഇവരുടെ ഒരു ലൈറ്റ് ഫിറ്റിംഗ് കൂടി ഉണ്ടല്ലോ. അതിനൊരു 3 ലൈറ്റ് കൂടി അല്ലേ ഉള്ളൂ ഇവനെ? അതെ, ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു 1, 2, 3. ഈ 3 ലൈറ്റ് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്ക് ഫിനിഷ് ചെയ്ത് ഇനി നാളെയാണ് വർക്കുള്ളൂ കേട്ടോ. ഇത് കൂടി അടച്ചിടാം. ഇത് കൂടി അടച്ചിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫുൾ ലുക്ക് അറിയുള്ളൂ. ഓക്കെ, ഫുൾ പെർഫെക്റ്റായി കണ്ടോ. അപ്പോൾ അവരുടെ ആ പരിപാടിക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരം പോവും. അപ്പോൾ രാവിലെ വന്നതാണ്. ഈ സമയമായപ്പോഴേക്കും വയ്യാണ്ടായി എന്ന് പറയില്ലേ, ശരിക്കും വയ്യാണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. അതാണ് പരിപാടി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, അതുപോലെ ഷെയർ ചെയ്തോളൂ.
പിന്നെ കമൻറ്റ് ചെയ്തോളൂ, എല്ലാ സംഭവങ്ങളും ചെയ്ത് പൂരിയാക്കിയോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ 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 ബൈ.